ഡസ്റ്റൻ റൈസും ഡോക്ടർ വാറ്റ്കിനും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിൽസ്ബർഗിൽ തന്നെയുള്ള ഒരു വസതിയിൽ എഡിത്ത് പാർക്കറും നിക്കിയും ബ്രിജിത്തും വളരെ കാര്യമായ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യും മാഡം? ചോദ്യം ബ്രിട്നിയുടെ വകയാണ്. നമുക്ക് ആ മാപ്പ് കിട്ടിയല്ലേ പറ്റൂ. ആ ഡസ്റ്റിൻ ആണെങ്കിൽ അതിശക്തനാണ്, അവനൊന്നും ചെയ്യാനും പറ്റില്ല. മാഡം, ഡസ്റ്റിൻ ഈ ബുക്ക് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പോ പറഞ്ഞ ഒരു വാക്ക് എനിക്കിപ്പോ ഓർമ്മ വരികയാണ്. എനിക്ക് എന്ത് വാക്കാവൻ പറഞ്ഞത്? ഈ ബുക്കിനകത്തൊരു രഹസ്യമുണ്ടെന്നാണ് ഡസ്റ്റിനോട് പറഞ്ഞത്. ഈ മാനുസ്ക്രിപ്റ്റിനകത്ത് രഹസ്യമുണ്ടെന്നോ? മാഡം അങ്ങനെ പറഞ്ഞത്. നിക്കി അത് പറഞ്ഞതും എടുത്ത് ആ ബുക്ക് വീണ്ടും മറിച്ചു നോക്കാൻ തുടങ്ങി. അതിന്റെ ആ ആട്ടും തോലിട്ട ഫ്രണ്ട് കവർ മുതൽ ബാക്ക് കവർ വരെ സസൂക്ഷ്മം പരിശോധിച്ചിട്ടും അതിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. ഏയ് നിക്കി, അത് നിന്നെ പറ്റിച്ചതാവും. അതല്ല ബ്രിട്നി, എനിക്ക് ഉറപ്പാണ് എന്തോ ഒരു രഹസ്യം ഇതിനകത്തുണ്ട്. നമ്മൾ സാധാരണ നോക്കും പോലെ നോക്കിയാൽ ഇതിനകത്ത് കിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏയ് നിക്കി, അതൊന്നും പറയാതെ ഈ ബുക്ക് പരിശോധിക്കുന്നത് നീ കണ്ടതാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കാണേണ്ടതല്ലേ? അതേ ബ്രിട്നി, അതാ ഞാൻ പറഞ്ഞത്. സാധാരണഗതിയിൽ നമ്മൾ പരിശോധിക്കും പോലെ പരിശോധിച്ചുകൊണ്ട് കാര്യമില്ല. നിക്കി, നീ എന്താ ഉദ്ദേശിക്കുന്നത്? എടുത്ത് നിക്കിയുടെ മുഖത്തുനിന്ന് എന്തോ വായിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. മാഡം, നമ്മൾ മിസ്റ്റിക് ആർട്സിന്റെ പല കാര്യങ്ങളും കേൾക്കാറുള്ളല്ലേ? വെള്ളവും തീയൊക്കെ ഉപയോഗിച്ച് പലതും കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? നിക്കി പറഞ്ഞ വാചകം ശരിക്കും എഡിത്തിന് സ്ട്രൈക്കായെന്ന് തോന്നുന്നു. ബ്രിട്നി നിക്കിയോട് ചോദിച്ചു, ഏയ് നീ എന്താ പറയുന്ന? ഈ ബുക്ക് വെള്ളത്തിലിടാനോ? അങ്ങനെ ബുക്ക് നശിച്ചു പോകാനാണോ നീ ഉദ്ദേശിക്കുന്നത്? അതോ ഇനി തീയിട്ട് കത്തിക്കാനാണോ? നിക്കിയോട് ബ്രിട്നി അങ്ങനെ തട്ടിക്കേറുമ്പോ എഡിത്ത് ബ്രിട്നിയോട് പറഞ്ഞു, ബ്രിട്നി നീ 2 ചെമ്പ് പാത്രം കൊണ്ടുവരാനുള്ള ഏർപ്പാടുണ്ടാക്ക്. ഒന്നില് വെള്ളം വേണം, മറ്റതിൽ കുറച്ച് കൽക്കരിയിട്ട് ചൂടാക്കണം. മാഡം എന്താ പറയുന്നത്? ബ്രിട്നി, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ്. നിക്കി, നീ കൂടി ബ്രിട്നിയെ സഹായിക്കും. പെട്ടെന്ന് തന്നെ 2 ചെമ്പ് പാത്രങ്ങൾ ആ മുറിയിലേക്ക് കൊണ്ടുവന്നു. ഒന്നിൽ വെള്ളമുണ്ട്, മറ്റതിൽ കൽക്കരി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നല്ല കനലുണ്ട് ആ പാത്രത്തിനകത്ത്. മാഡം എന്തായി ചെയ്യാൻ പോകുന്നത്? ബ്രിട്നി അമ്പരപ്പോടെ എഡിത്തിനോട് അങ്ങനെ ചോദിക്കുന്നതും എഡിത്ത് ആ മാനുസ്ക്രിപ്റ്റ് വെള്ളത്തിലേക്ക് ഇട്ടു. ആട്ടിൻ തോല് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ആ ബുക്ക് ആ വെള്ളത്തിനകത്തേക്ക് മുങ്ങിപ്പോകുന്നത് വല്ലാത്തൊരു അമ്പരപ്പോട് കൂടിയാണ് ബ്രിട്നി കാണുന്നത്. അവൾക്ക് അവളുടെ മാഡം അങ്ങനെ ചെയ്യുമെന്ന് വിശ്വാസമേ ഉണ്ടായിരുന്നില്ല. എഡിത്തും നിക്കിയും ബ്രിട്നിയും വെള്ളത്തിൽ വീണ ആ ബുക്കിനെ അങ്ങനെ അല്പനേരം നോക്കി നിന്നിട്ട് എടുത്ത് ആ ബുക്ക് പുറത്തെടുത്തു. ബുക്കിന്റെ പേജുകൾ നനഞ്ഞിട്ടേയില്ല. ബുക്കിന് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് അർത്ഥം. ശരിക്കും അത് തന്നെ ഒരു അതിശയമാണ്. സാധാരണഗതിയിൽ വെള്ളത്തിൽ ഒരു ബുക്ക് വീണാൽ ആ പേപ്പറുകൾ നനഞ്ഞ് കുതിർന്നു പോകേണ്ടതാണ്. അങ്ങനെ സംഭവിച്ചിട്ടേയില്ല. മാഡം, ഇതൊരു അതിശയമായിരിക്കണമല്ലോ. ബ്രിട്നി അങ്ങനെ പറഞ്ഞതും എടുത്ത് ആ പുസ്തകം തീയിലേക്ക് ഇട്ടതും ഒരേ നിമിഷത്തിലാണ്. ബ്രിട്നിയെ അമ്പരപ്പിച്ചുകൊണ്ട് ആ പുസ്തകം കത്തി തുടങ്ങി. മാഡം, ആ പുസ്തകം കത്തുന്നു. മാഡം, നമ്മുടെ സമ്പാദ്യമാണ് പോയത്. ബ്രിട്നി, ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും എനിക്കിപ്പോ മനപ്പാടമാണ്. അത് കത്തിപ്പോയെന്ന് വെച്ച് വേറെ വിഷയമൊന്നുമില്ല. അങ്ങനെ ബ്രിട്നി പറഞ്ഞപ്പോഴേക്കും ആ പുസ്തകം ആളി പടരാൻ തുടങ്ങി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ പുസ്തകം പൂർണ്ണമായും കത്തിത്തീർന്നു. ആ പുസ്തകം കത്തുന്ന സമയത്ത് ആ തീയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് നിക്കി. പുസ്തകം കത്തി അണഞ്ഞതും നിക്കി ഒരു ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് ആ തീ ഒന്ന് ഇളക്കുകയാണ്. ആ തീ ഇളക്കിക്കൊണ്ടിരിക്കുന്ന നിക്കി പെട്ടെന്ന് എഡിത്തിനോട് പറഞ്ഞു, മാഡം ഇതിനകത്ത് എന്തോ ഉണ്ട്. നിക്കി അത് പറയുന്നത് വല്ലാത്ത ആഹ്ലാദത്തോടുകൂടിയാണ്. നിക്കിയുടെ ശരിക്കും സന്തോഷത്തിൽ കുതിർന്ന ആ വാക്കുകൾ കേട്ടതും എഡിത്തും അതുപോലെ ബ്രിട്നിയും ഒരുമിച്ച് ആ പാത്രത്തിലേക്ക് നോക്കുകയാണ്. അപ്പോ എഡിത്തിനെയും ബ്രിട്നിയും അമ്പരപ്പിച്ചുകൊണ്ട് നിക്കി ആ തീക്കട്ടകൾക്കിടയിൽ നിന്ന് ഒരു ഇല പതുക്കെ പുറത്തേക്കെടുത്തു. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ഇലയാണ് അവൾ പുറത്തെടുത്തത്. സ്വർണത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഇലയാണ് ആ തീക്കകത്ത് നിന്ന് നിക്കി തള്ളി പുറത്തെടുത്തത്. ആ ഇല അവൾ 2 കമ്പികൾ ഉപയോഗിച്ച് പൊക്കിയെടുത്ത് അടുത്തുള്ള ടേബിളിന് മുകളിൽ വെച്ചു. ആ സമയത്തും ആ ഇലയിൽ നിന്ന് ചൂട് പുറത്തേക്ക് വരികയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ഇല ഒന്ന് തണുത്തു. ആ ഇല തണുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിക്കി ആ ഇലയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതുപോലെ തന്നെ എഡിത്തും അതുപോലെ ബ്രിട്നിയും. ഇല ഒന്ന് തണുത്തതും എടുത്ത് ആ ഇല കയ്യിലെടുത്തു. ആ തണുത്ത ഇലയിൽ ഇപ്പോ വളരെ വ്യക്തമായി ഒരു വാചകം എഴുതിയിട്ടുണ്ട്. ടോംബ് ഓഫ് ഐറിസ് മെസ്കിൽ. ഐറിസ് മെസ്കിലിന്റെ ശവക്കല്ലറ എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആ ശവക്കല്ലറയിലേക്ക് എത്താനുള്ള മാപ്പാണ് ആ ഇലയുടെ മറുഭാഗത്തുള്ളത്. അതിന് മുകളിൽ ഒരു വാക്കുകൂടിയുണ്ട്. നിക്കി ആ വാക്ക് ശ്രദ്ധിച്ച് വായിക്കുന്ന കണ്ടതും എഡിത്ത് നിക്കിയോട് പറഞ്ഞു, നിക്കി നീ പുറത്ത് വെക്ക്. മാഡം എന്താ പറഞ്ഞ? ഞാനും ബ്രിട്നിയും കൂടി ഇതൊന്ന് വായിച്ചെടുക്കട്ടെ, നീ എന്തായാലും പുറത്ത് വെക്ക്. മാഡം ഞാനല്ലേ മാഡം ഈ ബുക്ക് കൊണ്ടുവന്നത്? മാഡം ഞാനല്ലേ മാഡത്തോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? നിക്കി നീ പറഞ്ഞതൊക്കെ ശരി തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞു കേൾക്ക്, നീ തൽക്കാലം പുറത്തേക്ക് ഇത് വായിക്കാൻ ഞാനും ബ്രിട്നിയും മതി. എഡിത്ത് അങ്ങനെ തീർത്തു പറഞ്ഞിട്ടും നിക്കി പോകാൻ നിൽക്കുകയാണ്. അത് കണ്ടതും എഡിത്ത്
ദേഷ്യത്തോടെ നിക്കിയോട് ചോദിച്ചു, നിക്കി, നീ എന്താ ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ലേ? എഴുത്തുന്ന ശബ്ദം മാറിയതും നിക്കി പെട്ടെന്ന് തന്നെ മറുത്തൊന്നും പറയാതെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിക്കിയുടെ മുഖത്ത് ഒരു വല്ലാത്ത ഭാവം വരികയാണ്. അവൾ മനസ്സ് വല്ലാതെ കലുഷിതമാണ്. ഡസൻ റൈസിനെ കബളിപ്പിച്ചും ഡസൻ റൈസിനെ കൊല്ലാൻ കൂട്ടുനിന്നുമൊക്കെ അവൾ സംഘടിപ്പിച്ചെടുത്ത ആ പുസ്തകം ഇതാ അവളുടെ ഗുരുനാഥയുടെ കൈയിൽ കിട്ടിയപ്പോൾ അവളെ നിഷ്കരണം അടിച്ചു പുറത്താക്കുകയാണ്. അവൾക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്തിനാ എഡിത്ത് ഈ ബ്രിട്നിയെ ഇത്രയ്ക്കങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നത്. എല്ലായ്പ്പോഴും എഡിത്ത് ബ്രിട്നിയെ നിക്കിന് മുകളിൽ വെക്കാനാണ് ആഗ്രഹിക്കാറുള്ളത്. അങ്ങനെ പരസ്യമായി ചെയ്യാറുമുണ്ട്. നിക്കിയെ അനുമോദിക്കാൻ അവർക്ക് വലിയ മടിയാണ്. ബ്രിട്നി ആണെങ്കിൽ നല്ല കാര്യങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും അവളെ വല്ലാതെ അനുമോദിക്കുകയും ചെയ്യും. ഒരു ഇരട്ടത്താപ്പ് വളരെ വളരെ പ്രകടമാണ്. ആ ഇരട്ടത്താപ്പിനെ കുറിച്ച് നിക്കിയുടെ മനസ്സിൽ ചിന്തകൾ കടന്നു വന്നതും നിക്കി അവളുടെ ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. ഈ സമയത്ത് നടാക്ഷയെ രക്ഷിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് വാർക്കിനോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഡസന്റെ ഫോൺ ശബ്ദിച്ചു. ഫോണിൽ നിക്കി ഹോസ്റ്റാണ്. ഡസൻ വൈകിട്ട് 8 മണിക്ക് CVU റെസ്റ്റോറന്റിൽ ഡസ്റ്റൻ വരണം. എനിക്ക് ഡസ്റ്റനോട് ഒരു രഹസ്യം പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നിക്കി ഫോൺ കട്ട് ചെയ്തു. വൈകുന്നേരം 8 മണി CVU റെസ്റ്റോറന്റിലെ ജനാനയ്ക്ക് സമീപത്തുള്ള ഒരു സീറ്റിൽ അക്ഷമയായി നിക്കി ഹോസ്റ്റ് അങ്ങനെ കാത്തിരിക്കുകയാണ്. അതൊരു പ്രൈവറ്റ് റൂമുമാണ്. അവർക്ക് സംശയമുണ്ട് ഡസൻ വരുമോ എന്ന്. പക്ഷെ അവളെ അമ്പരപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് ആ മുറിയുടെ വാതിൽ തുറന്ന് ഡസൻ അകത്തേക്ക് വന്നു. ഡസനെ കണ്ടതും നിക്കി ചാടി എണീറ്റു. ഡസൻ, ഞാൻ ഒരിക്കലും കരുതിയില്ല ഡസൻ വരുമെന്ന്. ഡസൻ അതിന് മറുപടി പറയാതെ അവൾക്കെതിരെയുള്ള സീറ്റിലിരുന്നു. നിക്കി, നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഡസൻ, ഞാൻ ഒരു രഹസ്യം പറയാനാണ് ഡസൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. രഹസ്യോ? അതെ ഡസൻ, ജെയ്ഡ് മെയ്ഡൻ സിസ്റ്റർഹുഡിനെ കുറിച്ചുള്ള രഹസ്യമാണ്. ജെയ്ഡ് മെയ്ഡൻ സിസ്റ്റർഹുഡ് നിന്റെ സന്യാസിനി സമൂഹമല്ലേ? അതിന്റെ രഹസ്യം നീ എന്നോട് എന്തിനാ പറയുന്നത്? ഡസൻ, ഞാൻ പറയുന്ന രഹസ്യം ഐറിസ് മെസ്കലിന്റെ കല്ലറയുമായി ബന്ധിപ്പിച്ചാണ്. ഐറിസ് മെസ്കലിന്റെ കല്ലറ എന്ന് കേട്ടതും ഡസന്റെ മുഖത്ത് 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ച ഒരു പ്രകാശം ഉണ്ടാവുകയാണ്. നടാക്ഷയെ രക്ഷിക്കാൻ ഐറിസ് മെസ്കലിന്റെ കല്ലറയ്ക്കുള്ളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആ ബ്ലാക്ക് ബ്ലോസം വേണമെന്ന് വാക്കിൻ പറഞ്ഞ കാര്യം ഡസന് നല്ല ഓർമ്മയുണ്ട്. ഐറിസ് മെസ്കലിന്റെ കല്ലറയെ കുറിച്ചാണ് ഇതാ നിക്കി ഫോസ്റ്റ് ഡസനോട് സംസാരിക്കാൻ പോകുന്നത്. ഐറിസ് മെസ്കലിന്റെ ശവക്കല്ലറയോ? നിനക്ക് അതിനെ കുറിച്ച് എങ്ങനെ അറിയാം? എനിക്കതൊക്കെ അറിയാം. പക്ഷെ ഡസ്റ്റൻ, ഞാൻ ആ രഹസ്യം പറയണമെങ്കിൽ എനിക്ക് ഒരു ഡിമാൻഡ് ഉണ്ട്. നിക്കി ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞതും ഡസ്റ്റൻ അവന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ബുക്ക് പുറത്തെടുത്ത് നിക്കിയുടെ മുന്നിലേക്ക് വെച്ചു. ഒരു നോട്ട്ബുക്കാണ്. നിക്കി പെട്ടെന്ന് ആ നോട്ട്ബുക്ക് എടുത്ത് മറിച്ചു നോക്കുമ്പോൾ ജെയ്ഡ് മെയ്ഡൻ സിസ്റ്റർഹുഡുകാരുടെ ആ അമൂല്യമായ മാനുസ്ക്രിപ്റ്റ് അതുപോലെ ഡസൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയിരിക്കുന്നതാണ് അവൾ കാണുന്നത്. ഹേ ഡസൻ, നിക്കി, എനിക്കറിയാമായിരുന്നു നിനക്കിത് വേണ്ടി വരുമെന്ന്. ഡസന്റെ ആ ആക്ഷൻ സ്വാഭാവികമായിട്ടും നിക്കിയെ ഒന്ന് ഞെട്ടിച്ചു എന്ന് പറയാം. നിക്കി ഡസനോട് പറഞ്ഞു, ഡസൻ, ഈ ഐറിസ് മെസ്കലിന്റെ ശവക്കല്ലറ ബ്ലാക്ക് ഫോറസ്റ്റിലാണ് ഉള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റിലോ? അതേ ഡസൻ, അത് ലെസ്റ്ററിലാണ്. ലെസ്റ്ററിലെ ബ്ലാക്ക് ഫോറസ്റ്റിനകത്താണ് ഐറിസ് മെസ്കലിന്റെ ശവക്കല്ലറ ഉള്ളതെന്ന് നിക്കി വ്യക്തമായിട്ടും ഡസനോട് പറഞ്ഞപ്പോ ഡസൻ നിക്കിയോട് ചോദിച്ചു, ഈ ബ്ലാക്ക് ഫോറസ്റ്റ് വളരെ വലിയ സ്ഥലമല്ലേ? അതിനകത്ത് നിന്ന് നമ്മളെങ്ങനെ ഈ ഐറിസ് മെസ്കലിന്റെ ശവക്കല്ലറ കണ്ടുപിടിക്കും? ഡസൻ, എന്നെ മാഡം എഡിത്തും ആ ബ്രിട്നിയും കൂടി പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായും ആ മാപ്പ് ഞാൻ കണ്ടുപിടിച്ചനെ. പക്ഷെ എനിക്ക് ഉറപ്പാണ് അവർ എന്നെയും കൂടി കൂട്ടും ശവക്കല്ലറ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ. ഞാൻ ഡസന് വേണ്ട നിർദ്ദേശങ്ങൾ അപ്പം നൽകാം. ഡസൻ എന്നെ ഫോളോ ചെയ്താൽ മതി. വളരെ വ്യക്തമായ ഒരു പ്ലാനുമായിട്ടാണ് നിക്കി ഹോസ്റ്റ് എത്തിയിരിക്കുന്നത്. നിക്കി അങ്ങനെ പറഞ്ഞിട്ട് ഡസനോടായി പറഞ്ഞു, ഡസൻ, പക്ഷെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. എന്താ നിക്കി ഇതിന്റെ കണ്ടീഷൻ? ഐറിസ് മെസ്കലിന്റെ ശവക്കല്ലറയിൽ അമൂല്യങ്ങളായ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് ലഭിക്കുന്നതിൽ പകുതി ഡസൻ എനിക്ക് നൽകണം. നിക്കി അത് പറഞ്ഞതും രണ്ടാമതൊന്നും ആലോചിക്കാതെ ഡസൻ സമ്മതിച്ചു. ഓക്കെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഡസന് ആ കല്ലറയ്ക്കുള്ളിലുള്ള അമൂല്യങ്ങളായ ഒന്നിലും ഒരു താല്പര്യമില്ല. ഡസന് താല്പര്യം ബ്ലാക്ക് ബ്ലോസം എന്ന ആ മനോഹരമായ പൂവിൽ മാത്രമാണ്. ആ പൂവ് അത് മാത്രമേ ഡസന് വേണ്ടൂ. ഡസൻ നിക്കി പറഞ്ഞ കണ്ടീഷൻ സമ്മതിച്ചിട്ട് വേഗം എണീറ്റു. ഡസൻ ആ മുറിന്ന് പുറത്തു പോയിട്ടും നിക്കി അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു 4-5 മിനിറ്റ് അവൾ അങ്ങനെ ആ മുറിയിൽ വെറുതെ ഇരുന്നു. അതിനുശേഷം അവൾ ആ മുറിന്ന് പുറത്തിറങ്ങി നേരെ എതിർഭാഗത്തുള്ള മുറിയുടെ വാതിൽ തുറന്ന് അകത്ത് കിടന്നു. അവൾ അവിടെയുള്ള ഒരു മേശയുടെ അടുത്തുനിന്ന് ഇരിക്കുമ്പോൾ മേശയ്ക്ക് എതിർവശത്ത് സാക്ഷാൽ സാം ഫ്രാങ്ക്ലിൻ ഇരിക്കുകയാണ്. അവൾ സാമിനോട് സംസാരിച്ചു തുടങ്ങി. ഈ സമയത്ത് എഡിത്തും ബ്രിട്നിയും ആ ഇല സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. ഇല പരിശോധിച്ചുകൊണ്ട് എഡിത്ത് ബ്രിട്നിയോട് പറഞ്ഞു, ബ്രിട്നി, ഇത് ഐറിസ് മെസ്കലിന്റെ ശവക്കല്ലറയിലേക്കുള്ള എല്ലാ വിവരങ്ങളുള്ള മാപ്പാണ്. നിനക്ക് ഈ ഐറിസ് മെസ്കലിനെ കുറിച്ച് അറിയുമോ? മാഡം, ഐറിസ് മാഡം നമ്മളുമായി ബന്ധപ്പെട്ട ആളല്ലേ?
അതേ ബ്രിട്നി, ഐറിസ് എന്റെ മെന്ററുടെ മെന്ററായിരുന്നു. ഏകദേശം 35 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അവരെ അവസാനമായി ആളുകൾ കണ്ടത്. അവർക്ക് ഒരു കാമുകനുണ്ടായിരുന്നു, സൈലാസ് എന്നാണ് പേര്. സൈലാസിന് പെട്ടെന്നൊരു അസുഖം വന്നു. സൈലാസിന്റെ ആ അസുഖം ഭേദപ്പെടുത്താനായി അവർ ഈ ലോകം മുഴുവൻ ഒന്ന് കറങ്ങി. അവസാനം സൈലാസിന്റെ രോഗം ഭേദമാക്കാനുള്ള മരുന്ന് അവർ കണ്ടെത്തിയായിരുന്നു. ആ മരുന്നുമായി അവർ തിരിച്ച് സൈലാസിനടുത്തെത്തുമ്പോൾ സൈലാസ് മരണപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ആരും ഐറിസിനെ കാണാത്തത്. ഐറിസിനെ മാത്രമല്ല, സൈലാസിന്റെ ഡെഡ് ബോഡിയും ആരും കണ്ടിട്ടില്ല. നിനക്കൊരു കാര്യം അറിയാവോ? ഐറിസ് ആ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തിയായ യോദ്ധാവായിരുന്നു. ഐറിസിന് ഒപ്പം നിൽക്കാൻ ആ സമയത്ത് പക്ഷെ മറ്റാൾ ഉണ്ടായിരുന്നു. ബ്രിട്നി അതറിയാനുള്ള കൗതുകത്തോടെ എഡിത്തിന്റെ മുഖത്ത് നോക്കുമ്പോൾ എഡിത്ത് ബ്രിട്നിയോട് പറഞ്ഞു, അത് മറ്റാരുമല്ല, വെസ്റ്റ് ലുക്കോസിയിലെ രാജകുമാരനില്ലേ, പ്രിൻസ് ഓഫ് തേസ്ഫ. ആ തേസ്ഫയുടെ ഭാര്യയായിരുന്നു നമ്മുടെ ഐറിസിനോട് എതിർത്ത് നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ഏക ആള്. ഐറിസ് മെസ്കലിന് ഒത്ത എതിരാളി സാക്ഷാൽ പ്രിൻസ് ഓഫ് തെസ്ഫയുടെ രാജകുമാരിയായ ഭാര്യയായിരുന്നു. ഈ സംഭാഷണം അങ്ങനെ നടക്കുമ്പോൾ പ്രിൻസ് ഓഫ് തെസ്ഫയിലെ ആ രാജകുമാരിയുടെ ഏക മകനായ ഡസൻ റൈസ് പിറ്റേന്ന് നടത്തേണ്ട യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതും ഡസൻ റൈസ് അബിഗലും അസലിയുമായി ലെസ്റ്ററിലേക്ക് തിരിച്ചു. ലെസ്റ്ററിലെ ബ്ലാക്ക് ഫോറസ്റ്റിലാണ് ഐറിസ് മെസ്കലിന്റെ ശവക്കല്ലറ ഉള്ളതെന്ന് ഇപ്പോൾ അവർക്ക് അറിയാം. യാത്ര ചെയ്യുമ്പോൾ അബിഗൽ ഡസ്റ്റനോട് പറഞ്ഞു, സാർ, കുറേയേറെ വാർത്തകൾ ഇപ്പൊ ഇതാ റിലീസായിരിക്കുകയാണ്. സാർ, ഈ ബ്ലാക്ക് ഫോറസ്റ്റിൽ ഐറിസ് മെസ്കലിന്റെ ശവക്കല്ലറ ഉണ്ടെന്നുള്ള വാർത്തയാണ് വളരെ പ്രാമുഖ്യത്തോടെ എല്ലാവരും റിലീസ് ചെയ്തിരിക്കുന്നത്. നിക്കി ഹോസ്റ്റ് ഒരു രഹസ്യം പോലെ ഡസ്റ്റനോട് പറഞ്ഞ ആ കാര്യം ഇതാ ഒരു വാർത്തയായിരിക്കുന്നു. ആ വാർത്ത കേട്ട ഡസൻ ശരിക്കും ഒന്ന് കുലുങ്ങി. ഡസൻ അബിഗലിനോട് ചോദിച്ചു, അത് പബ്ലിക്കായോ? സാർ, ഈ വാർത്ത സ്വാഭാവികമായും ഒരു കുഴപ്പമുണ്ടാക്കും. ഒരുപാട് ആളുകൾ ഈ കല്ലറ തേടി വരാൻ സാധ്യതയുണ്ട്. ഈ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള അമൂല്യങ്ങളായ പല കാര്യങ്ങളും ഐറിസിന്റെ ശവക്കല്ലറിൽ ഉണ്ടാകുമെന്നാണ് വാർത്ത സൂചിപ്പിക്കുന്നത്. ഈ വാർത്ത കാണുന്ന ആരും ഉറപ്പായും ബ്ലാക്ക് ഫോറസ്റ്റിലേക്ക് വരും. സാർ, ബ്ലാക്ക് ഫോറസ്റ്റിനെ കുറിച്ച് ഒരു വാർത്ത കൂടിയുണ്ട്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിൽ ഒന്നായിട്ടാണ് ബ്ലാക്ക് ഫോറസ്റ്റിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അവിടെ ചതുപ്പ് നിലങ്ങളുണ്ട്. ആ ചതുപ്പ് നിലകളിൽ നിന്ന് രൂക്ഷഗന്ധമുള്ള വിഷവാതകങ്ങൾ പുറത്തു വരുമെന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ആ രൂക്ഷഗന്ധമുള്ള വിഷവാതകം ശ്വസിച്ച് ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും വാർത്തയിൽ സൂചനയുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ആളുകളൊക്കെ കൊല്ലപ്പെടുകയാണ് പതിവ്. ആ ബ്ലാക്ക് ഫോറസ്റ്റിനെ അതുപോലെ തന്നെ നിലനിർത്തുന്നത് അവിടെയുള്ള ആ അപകടകരമായ സാഹചര്യങ്ങളാണ്. സർ, ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ അബിഗൽ? സർ, ആ സ്പ്രിംഗ് ഹില്ലിനെ രാത്രിയിൽ ആരോ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. സ്പ്രിംഗ് ഹില്ലിനെ രക്ഷപ്പെടുത്തിയിരുന്നു. അതെ സർ, ആരോ ആ ബെലാർമോ ആർട്സിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് ഇരച്ചു കയറി സ്പ്രിങ്ങിനെ സൂക്ഷിച്ച മുറി തുറന്ന് അയാളെ രക്ഷിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഇത്രയും സമയം നിശബ്ദയായിരുന്ന അസലിയ പെട്ടെന്ന് അബിഗലിനോട് പറഞ്ഞു, അത് അതിശയമായിരിക്കുകയാണല്ലോ. ബെലാർമോ മാർഷൽ ആർട്സ് അതിശക്തരല്ലേ? അവർ കാവൽ നിൽക്കുമ്പോൾ ആർക്കാ അവിടേക്ക് ഇരച്ചു കയറാനും സ്പ്രിങ്ങിനെ പോലെ ഒരാളെ രക്ഷപ്പെടുത്താനും കഴിയുക? സ്പ്രിങ്ങിനെ അന്ന് പരസ്യമായി വിചാരണ ചെയ്യുമെന്നാണ് റൊണാൾഡ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇതാ റൊണാൾഡ് ഒരുക്കിയ ആ തടവറയിൽ നിന്ന് സ്പ്രിങ് രക്ഷപ്പെട്ടിരിക്കുകയാണ്. സർ, ഒരു കാര്യം കൂടി കോൺലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സർ, ആ കോൺറാഡിനെ കണ്ടുകിട്ടിയിട്ടില്ല എന്നാണ് കോൺലീസ് റിപ്പോർട്ട് ചെയ്തത്. ഡസൻ റൈസിന് പ്രതിവിഷമായി നൽകിയ ആ ടാബ്ലറ്റിൽ വിഷം കലർത്തിയത് കൊണ്ടാണ് ഡസൻ പെട്ടെന്ന് വീണുപോയത്. ആ നിമിഷം മുതൽ കോൺറാഡിനെ തിരക്കി ബെലാർമോ ആർട്സിലെ ആളുകളും അതുപോലെ കിരിൻ ഗ്യാങ്ങിലെ ആളുകളും ഒന്ന് അന്വേഷിച്ചു തുടങ്ങിയതാണ്. സകല സ്ഥലത്തും അവർ തിരക്കിയെങ്കിലും കോൺറാഡിനെ കുറിച്ച് ഒരു വിവരവുമില്ല. അബിഗൽ ഇത്രയും പറഞ്ഞതും അസലിയ ഡസ്റ്റനോട് പറഞ്ഞു, ഡോക്ടർ, എനിക്കൊരു സംശയം. എന്താ അസലിയ? ഡോക്ടർ, ഈ സംഭവങ്ങളൊക്കെ വല്ലാതെ കണക്റ്റഡ് ആണ്. സർ പോളിന്റെ കൊലപാതകവും ഈ സ്പ്രിങ്ങിന്റെ രക്ഷപ്പെടലും ഡോക്ടർക്ക് ആ വിഷം കലർന്ന ടാബ്ലറ്റ് കഴിക്കേണ്ടി വന്നതും നടാഷ കിടപ്പിലായതും ഇപ്പൊ നമ്മളിതാ ഐറിസ് മെസ്കലിന്റെ ശവക്കലറയ്ക്ക് പോകുന്നതും എല്ലാം കണക്റ്റഡ് ആണോ എന്നെനിക്കൊരു സംശയം. ആരോ നമ്മളെ നയിക്കുകയല്ലേ എന്നാണ് എന്റെ ചോദ്യം. അസലിയെ പറഞ്ഞത് കേട്ടപ്പോ ഡസ്റ്റൻ അസലിയോട് പറഞ്ഞു, തൽക്കാലം അതൊക്കെ വിട്, നമുക്ക് ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആ ബ്ലാക്ക് ബ്ലോസം. ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഡസ്റ്റനും ടീമും ലെസ്റ്ററിലെ ബ്ലാക്ക് ഫോറസ്റ്റിന് സമീപത്തുള്ള ഒരു ലോഡ്ജിൽ എത്തുന്നത്. ഒരു ചെറിയ ഹോട്ടലാണ്, ലോഡ്ജിങ് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഹോട്ടൽ. ഡസനും അബിഗലും അസലിയും ആ റിസപ്ഷനിൽ എത്തിയപ്പോ ഡസൻ അസലിയോട് പറഞ്ഞു, അസലിയ, നമുക്ക് ആവശ്യമായ മുറികളൊക്കെ എടുക്ക്, ഞാനേ ഈ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഡസൻ മുറി ബുക്ക് ചെയ്യാനുള്ള ചുമതല അസലിയക്കും അബിഗലിനും കൊടുത്തിട്ട് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ
കുറച്ച് കിഴക്കോട്ട് മാറി ശരിക്കും കറുത്ത നിറത്തിലുള്ള ഒരു വനം നമുക്ക് കാണാം. ആക്ച്വലി മരങ്ങളുടെ നിറം പച്ച തന്നെയാണെങ്കിലും നല്ല ഇരുട്ട് ആ ഭാഗത്ത് ഫീൽ ചെയ്യാണ്. ഒറ്റ നോട്ടത്ത് തന്നെ ആരും ആ സ്ഥലത്തിനെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് വിളിച്ചു പോകും. കറുത്ത വനം. ആ വനത്തിന് മുകളിലുള്ള മേഘങ്ങൾക്ക് പോലും ഒരു കറുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഡസൻ ആ വനത്തിനൊന്ന് നോക്കിയിട്ട് ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെയുള്ള പൂന്തോട്ടത്തിലൂടെ നടക്കുകയാണ്. ഡസന്റെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരികയാണ്. ബ്ലാക്ക് ബ്ലോസം ഐറിസ് മെസ്കലിന്റെ ശവക്കല്ലറയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഡസന്റെ വിശ്വാസം. അത് അടുത്ത 48 മണിക്കൂറിനകത്ത് സംഘടിപ്പിച്ചെടുത്തില്ലെങ്കിൽ നടാഷയുടെ ജീവൻ അപകടത്തിലാവാനുള്ള സകല സാധ്യതയുമുണ്ട്. നടാഷയെ കുറിച്ചുള്ള ചിന്ത ഡസന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ നടാഷയെ കണ്ടുമുട്ടിയതുള്ള കാര്യങ്ങൾ ഡസന്റെ മനസ്സിലൂടെ ഒരു ചലച്ചിത്രം പോലെ ഇങ്ങനെ കടന്നു വരികയാണ്. പലപ്പോഴും നടാഷ ഡസനെ ഒന്ന് ടീസ് ചെയ്യാറുണ്ട്. നടാഷ സെക്സി ആയിട്ട് അഭിനയിച്ചും ആ ശൈലിയിലേക്ക് ഇടപെട്ടുമൊക്കെ ഡസനെ ഒന്ന് പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഡസനെ എപ്പോഴെങ്കിലും അവളുടെ ആക്ഷനിൽ ഒന്ന് ആക്റ്റീവ് ആവണമെന്നും അവൾ പെട്ടെന്ന് ഡിഫെൻഡ് ചെയ്യും. ഡസനെ ഒന്ന് ചൂടാക്കി നിർത്തുന്ന നടാഷയുടെ ശ്രമത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ അറിയാതെ ഒരു പുഞ്ചിരി ഡസന്റെ ചുണ്ടിലേക്ക് വരികയാണ്. ആ നിമിഷത്തിലാണ് ഡസൻ ഒരു കരച്ചിൽ കേട്ടത്. കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഡസൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഓടി വരുന്ന കണ്ടത്. ആ പെൺകുട്ടിയുടെ പുറകെ 5-6 തടിയന്മാരും ഉണ്ട്. സാർ, എന്നെ രക്ഷിക്കണം, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി ഓടി വരുന്നത്. അവളുടെ ഡ്രസ്സ് ഏതാണ്ട് കീറി പറഞ്ഞിരിക്കുകയാണ്. അവന്മാർ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് വ്യക്തമാണ്. ഡസന്റെ അടുത്തേക്ക് ആ പെൺകുട്ടി ഓടി വരുന്ന കണ്ടപ്പോ പെൺകുട്ടിയുടെ പുറകെ ഓടി വരികയായിരുന്ന ആ ചെറുപ്പക്കാർ ആദ്യം ഒന്ന് നിന്നു. ഡസൻ ആ പെൺകുട്ടിയും ആ ചെറുപ്പക്കാരെയും നോക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ പിന്നെയും മുന്നോട്ട് നടന്നു തുടങ്ങി. ഈ കാഴ്ച ആ പെൺകുട്ടിയാണ് ഞെട്ടിച്ചത്. സ്വാഭാവികമായും ആ ചെറുപ്പക്കാരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു. ആ ചെറുപ്പക്കാർ വിചാരിച്ചു ആ പെൺകുട്ടിയെ രക്ഷിക്കാനായി അവിടേക്ക് വന്ന ആള് ശ്രമിക്കുമെന്നാണ്. അയാൾക്ക് ഇതിലൊന്നും ഒരു ബന്ധവുമില്ലാത്ത ശൈലിയിൽ നടന്നു പോകുന്ന കണ്ടതും അവന്മാർ പിന്നെയും ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഓടി വന്നു. ഈ നിമിഷത്തിൽ ആ പെൺകുട്ടിയെ ചാടി പിടിക്കാൻ ശ്രമിച്ച ആ ആളുകളെ ഒഴിവാക്കി ആ പെൺകുട്ടി മുന്നോട്ട് ഓടിയപ്പോഴാണ് ഡസൻ യഥാർത്ഥത്തിൽ അവിടെ ശ്രദ്ധിക്കുന്നത്. അവളുടെ ഡ്രസ്സ് കീറിപ്പോയിരിക്കുകയാണ്. പെട്ടെന്ന് ഡസന്റെ കോട്ട് അഴിച്ച് അവക്ക് കൊടുത്തു. കോട്ട് അഴിച്ച് അവക്ക് കൊടുത്തിട്ട് അവളെ ഡസന്റെ പുറകിലേക്ക് മാറ്റി. അടുത്ത 1 മിനിറ്റ്, ആ 1 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ ഗുണ്ടകൾ എല്ലാം തറയിൽ വീണ് കിടക്കുകയാണ്. സാർ, അങ്ങയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല സാർ. സാർ, എന്റെ പേര് വനേസ എന്നാണ്. വനേസ അങ്ങനെ പറഞ്ഞതും ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അങ്ങോട്ട് ഓടി വന്നു. ഏയ് വനേസ, അങ്ങനെ വിളിച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി ഓടി വന്നത്. അവരെ കണ്ടപ്പോ വനേസയ്ക്ക് ശരിക്കും സന്തോഷം. എമിലി, നീ എത്തിയല്ലോ. എമിലി ഓടി വനേസയുടെ അടുത്തെത്തിയതും എമിലിക്കൊപ്പോൾ ചെറുപ്പക്കാരനും കൂടെ എത്തി. ഏയ് വനേസ, എന്തു പറ്റി? നീ എന്തായി കോട്ടിട്ടിരിക്കുന്നത്? എമിലി, ഞാൻ ഈ ഗാർഡനിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ ഓമാർ എന്നെ ആക്രമിച്ചത്. ഇദ്ദേഹം വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അത് കേട്ടതും എമിലി ഡസനോട് പറഞ്ഞു, താങ്ക് യു, ഞങ്ങളുടെ വനേസയെ രക്ഷിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. സാർ, അങ്ങയുടെ പേരെന്താണ്? എന്റെ പേര് ഡസൻ റൈസ് എന്നാണ്. താങ്ക് യു ഡസൻ. സാർ, ഞാൻ ചോദിക്കുന്നോട് തെറ്റിദ്ധരിക്കരുത്. അങ്ങ് ഇവിടെ വന്നത് മാഡം ഐറിസിന്റെ ശവക്കല്ലറ ലക്ഷ്യമാക്കിയല്ലേ? ഹേയ്, അതെങ്ങനെ ഇയാൾക്ക് മനസ്സിലായി? സാർ, എന്തൊരു ചോദ്യമാണ് ഇത്. ഇവിടെ ഒരുപാട് ആളുകൾ വരികയല്ലേ. ഇവിടെ വരുന്നവർക്കൊക്കെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഐറിസിന്റെ ആ ശവക്കല്ലറ. അവിടെ അമൂല്യങ്ങളായ ഒരുപാട് പുരാവസ്തുക്കളും അമൂല്യങ്ങളായ പല കാര്യങ്ങളും ഉണ്ടെന്നാണ് സകലരും പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് തേടി ആളുകൾ എത്താൻ സർവ്വ സാധ്യതയുണ്ടല്ലോ. അങ്ങ് ഇവിടുത്തുകാരനല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. അപ്പൊ പിന്നെ ഞാൻ ഊഹിച്ച് തെറ്റില്ലല്ലോ. എമിലി വളരെ വിശദമായിട്ട് തന്നെ അവളുടെ നിഗമനങ്ങൾ ഡസനോട് പറഞ്ഞപ്പോ ഡസൻ ഒന്ന് ചിരിച്ചു. ഡസൻ ചിരിക്കുന്ന കണ്ടതും എമിലി സ്വയം പരിചയപ്പെടുത്തി. എന്റെ പേര് എമിലി, ഇത് വനേസ, ഇത് നാഥൻ എന്റെ ബ്രദറാണ്. ശരിക്കും സുമുഖനായ നല്ലൊരു ചെറുപ്പക്കാരനാണ് നാഥൻ. അയാളെ കണ്ടാൽ അറിയാം അയാളൊരു മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന്. എമിലി സ്വയം പരിചയപ്പെടുത്തി കഴിഞ്ഞതും ഡസൻ അവരോട് പറഞ്ഞു, ഓക്കെ, എന്നാ പിന്നെ ഞാൻ നടക്കട്ടെ. മിസ്റ്റർ ഡസൻ, നിങ്ങളും ഈ ബ്ലാക്ക് ഫോറസ്റ്റിലേക്കാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ഓഫർ വയ്ക്കാം. എന്തായാലും ഇതുപോലുള്ള ഗുണ്ടകൾ നമുക്ക് ശല്യമായി വരാൻ സർവ്വ സാധ്യതയുമുണ്ട്. ഗുണ്ടകൾ മാത്രമല്ല, ശരിക്കും ശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകളും നമ്മളെ എതിർക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരു ടീമായിട്ട് നിന്നാലോ? കിട്ടുന്ന സ്വത്തുക്കൾ അതെന്താണെങ്കിലും നമുക്ക് വീതം വെച്ചെടുക്കാം. ഹേയ്, ഞാൻ ഈ ഒറ്റയ്ക്ക് പോകുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു കൂട്ടത്തിന്റെ ഭാഗമാകാൻ അത്ര താല്പര്യമില്ല. മിസ്റ്റർ ഡസൻ, ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് നിങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഒരു സന്തോഷം. അതുമാത്രമല്ല, ഞങ്ങൾ ഇവിടുത്തെ ലോക്കലാണ്. ഈ ഫോറസ്റ്റിനകത്ത് എങ്ങനെ യാത്ര ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുപോലെ നിങ്ങൾക്ക് അറിയാൻ ഒരു സാധ്യതയുമില്ല. ഞങ്ങൾ ലോക്കൽ ആയതുകൊണ്ട് തന്നെ ഐറിസിന്റെ ശവക്കല്ലറയിലേക്കുള്ള യാത്ര കുറച്ചുകൂടി എളുപ്പമാവും. എമിലി വളരെ സിൻസിയറായിട്ട് അങ്ങനെ പറഞ്ഞപ്പോ ഡസൻ സമ്മതിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റെസ്റ്റോറന്റിൽ വെച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. അന്ന് വൈകുന്നേരം അവരെല്ലാവരും കൂടി റെസ്റ്റോറന്റിൽ കൂടി. ഡസനൊപ്പം അബിഗലും അസലിയും ഉണ്ട്. അബിഗലും അസലിയും ഡസനും ആ മേശയുടെ അടുത്ത് വന്നതും ഡസൻ എമിലിയോട് പറഞ്ഞു, ഞങ്ങള് 3 പേരാണേ. ഓക്കെ ഡസൻ, അതിനെന്താ, ഇരുന്നോളൂ. ഡസനും അബിഗലും അസലിയും അടുത്തടുത്തിരുന്നപ്പോ
അവരുടെ നേരെ എതിരെയായി എമിലിയും വനേസയും അതുപോലെ നാഥനും ഇരിക്കുകയാണ്. ഈ ടേബിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ധാരാളം ടേബിളുകളുണ്ട്, അവിടേക്ക് ആളുകളുണ്ട്. ഇവരുടെ ഒപ്പം ഇവരുടെ കൂടെയുള്ള ടീമംഗങ്ങളുമുണ്ട്. ആ ടീമംഗങ്ങളെ നോക്കി എമിലി ഡസ്റ്റനോട് പറഞ്ഞു, ഈ ഇരിക്കുന്നതൊക്കെ ഞങ്ങളുടെ ടീമംഗങ്ങളാണ്. ഞങ്ങളുടെ ടീമിനെ വിളിക്കുക അഷ്വർ മെസ്റ്റ് ഗിൽഡ് എന്നാണ്. ഞങ്ങൾ ഈ ലെസ്റ്റർ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു ഗിൽഡാണ്. ബെലാർമ മേഖലയുടെ തന്നെ ഭാഗമാണ് ലെസ്റ്റർ. മിൽസ്ബർഗ് പോലുള്ള മറ്റൊരു സ്റ്റേറ്റ് ആണ് ലെസ്റ്റർ. ആ ലെസ്റ്ററിലെ അറിയപ്പെടുന്ന ഒരു മാർഷൽ ആർട്സ് വിഭാഗമാണ് അഷ്വർ മെസ്റ്റ് ഗിൽഡ്. അതിന്റെ ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. ഡസൻ കൗതുകത്തോടെ എമിലിക്ക് ചുറ്റുമുള്ള ആളുകളെ നോക്കിയതും എമിലി ഡസനോട് പറഞ്ഞു, ഡസൻ, ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഡസൻ, മിക്കവാറും നാളെ രാവിലെയോടുകൂടി സകലരും ഫോറസ്റ്റിലേക്ക് കടക്കും. അതിശക്തരായ ഒത്തിരിയേറെ മാർഷൽ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ തന്നെ ഈ റെസ്റ്റോറന്റിൽ താമസിക്കുന്നുണ്ട്. ഈ ലോഡ്ജിന് സമീപത്ത് വേറെ ലോഡ്ജുകളുണ്ട്, അവിടെയൊക്കെയും ആളുകളുണ്ട്. പല സ്ഥലത്തു നിന്നും ശരിക്കും മിടുക്കർ വന്നിട്ടുണ്ട്. ബെലോർമയിൽ തന്നെ അനവധി ഗിൽഡുകളുണ്ട്. ഞങ്ങളുടെ ഈ ലെസ്റ്ററിലുള്ള ഗിൽഡുകളല്ലാതെ മിൽസ്ബർഗിലും അതുപോലെ സ്വിൻഡനിലൊക്കെ ധാരാളം ഗിൽഡുകളുണ്ട്. അവിടെ നിന്നൊക്കെ ആളുകൾ വരും. ഗ്ലൻസ്റ്റഡിൽ നിന്നും ആളുകൾ വരാൻ സാധ്യതയുണ്ട്. സ്റ്റോഡിയിൽ നിന്നും വരും. ഡ്രാഗൺ മാർഷ് കൺട്രിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുമെന്നാണ് ഇവർ പറയുന്നത്. ഡസൻ, ഇതിൽ പലരും അതിശക്തരാണ്. ഇതിൽ ഒരാള് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം. ഇപ്പോ ബെലാർമയിൽ ഒരു ഫൈറ്റ് നടന്നിരുന്നു. ബെലാർമയിലെ അറിയപ്പെടുന്ന ഗ്രാൻഡ് മാസ്റ്ററായ അഗസ്റ്റിസ് ക്ലൈനും ഒരു ചെറുപ്പക്കാരൻ തമ്മിലായിരുന്നു ആ ഫൈറ്റ്. ആ ചെറുപ്പക്കാരൻ അഗസ്റ്റിസ് ക്ലൈനെ ഒറ്റ ഇടിക്കാണ് കൊന്നത്. അയാൾ ചിലപ്പോൾ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അയാളോടൊന്നും നമുക്ക് എതിർത്തിക്കാൻ പറ്റില്ല. എമിലി അങ്ങനെ പറഞ്ഞപ്പോ അബിഗലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി പതുക്കെ വിരിഞ്ഞു വരികയാണ്. ഡസൻ വളരെ ശാന്തമായി എമിലി പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എമിലി ഡസനോട് പറഞ്ഞു, ഡസൻ, അയാൾ നമ്മളെ ഈ ഡ്രാഗൺ മാർഷ് കണ്ട ഏറ്റവും ചെറുപ്പക്കാരനായ ഗ്രാൻഡ് മാസ്റ്ററാണ്. ശരിക്കും ശക്തനാണ്. അദ്ദേഹം ഇവിടെ എത്തിയാൽ പിന്നെ നമ്മൾ എതിർക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. വനേസയും നാഥനും ഒക്കെ എമിലി പറഞ്ഞത് കേട്ടപ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു തുടങ്ങി. അതെ അതെ, ആ ചെറുപ്പക്കാരൻ അതിശക്തനാണ്. പക്ഷേ എനിക്കൊരു 10 കൊല്ലം കിട്ടിയാൽ ഞാൻ ഉറപ്പായും ആ ചെറുപ്പക്കാരന്റെ കഴിവിന് ഒപ്പം എത്തും. ഡസൻ റയസിനൊപ്പം എത്താൻ നാഥൻ ഒരു 10 കൊല്ലം കൂടി മതിയെന്നാണ് നാഥൻ ഉറക്കെ പറഞ്ഞത്. ഡസൻ കൗതുകത്തോടെ നാഥനെ നോക്കുന്നുണ്ടതും വനേസ ഡസനോട് പറഞ്ഞു, ഡസൻ, നാഥൻ വെറുതെ പറഞ്ഞല്ല. നാഥൻ ആള് ഒരു പുലിയാണ് കേട്ടോ. ശരിക്കും ഒരു 10-20 ആളുകളെ നിഷ്പ്രയാസം അടിച്ചിടാൻ നാഥന് പറ്റും. വനേസ നാഥനെ അടിച്ചു പൊക്കിയതും അയാളുടെ സഹോദരി എമിലിയും നാഥനെ കുറിച്ച് നല്ല കാര്യങ്ങൾ ഡസനോട് പറഞ്ഞു തുടങ്ങി. അതേ ഡസൻ, ഈ നാഥൻ ഒരു ഫൈറ്റിലും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. അത് കേട്ടപ്പോ നാഥന്റെ മുഖത്ത് ശരിക്കും ഒരു പുഞ്ചിരി വന്നു. ആ പുഞ്ചിരി നാഥന്റെ മുഖത്ത് വിരിഞ്ഞ് വരുന്ന ആ നിമിഷത്തിൽ ഒരു ബിയർ ബോട്ടിൽ പറന്നു വന്ന് നാഥന്റെ തലയിലിടിച്ചു. ആ ബിയർ ബോട്ടിൽ തലയിടിച്ച് പൊട്ടുകയാണ്. ബിയർ ബോട്ടിൽ നിന്നും ബിയർ നാഥന്റെ തലയിൽ കൂടി ഇങ്ങനെ ഒലിച്ചിറങ്ങി. ശരിക്കും അമ്പരപ്പിക്കുന്ന കൃത്യതയിലാണ് ആരോ നാഥന്റെ തലയിലേക്ക് ആ ബിയർ ബോട്ടിൽ എറിഞ്ഞു കൊള്ളിച്ചത്. അടുത്ത അനവധി ടേബിളുകളുണ്ട്. ഏതോ ഒരു ടേബിളിൽ ആരോ ഒരാളാണ് എറിഞ്ഞിരിക്കുന്നത്. ആരാണ് എറിഞ്ഞത് അങ്ങനെ ചോദിച്ചുകൊണ്ട് നാഥൻ ചാടി എണീറ്റപ്പോ 2 ടേബിളിന്റെ അപ്പുറത്തുനിന്ന് ഒരാൾ എണീറ്റു. നല്ല വണ്ണമൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. അല്പം കുസൃതി അയാളുടെ കണ്ണുകളിലുണ്ട്. അയാൾ ചിരിച്ചുകൊണ്ട് നാഥനോട് ചോദിച്ചു, ഹേയ്, നീ എന്താ പറഞ്ഞത്? നീ 10-20 ആളുകളേക്ക് ഒറ്റയ്ക്ക് അടിച്ചിടുവന്നു. അതിനുള്ള കപ്പാസിറ്റി നിനക്കുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ വെറുതെ എറിഞ്ഞല്ലേ. ഏയ്, നീ എന്താ എന്നെ ചോദ്യം ചെയ്യുകയാണോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് നാഥൻ ആ ടേബിളിനടുത്തുനിന്ന് പതുക്കെ അവന്മാരെ നേരെ നടന്നു. നാഥൻ അവന്മാരെ നേരെ നടന്നു വരണ കണ്ടതും ആ ചെറുപ്പക്കാരൻ നാഥനോട് പറഞ്ഞു, ഡോ, അവിടെ നില്ല്. നീ ഞാൻ ആരെന്ന് കരുതിയിട്ടാ എന്റെ അടുത്തേക്ക് വരുന്നത്? നീ ആരാണെങ്കിലും എന്താ, എന്നെ ഉപദ്രവിച്ച നിന്നെ ഞാൻ എന്തായാലും വെറുതെ വിടത്തില്ല. ഓഹോ, നീ ഇയാൻ ഷിൻഡയുടെ മകനെ അങ്ങനെ ആക്രമിക്കൂ? ആ മനുഷ്യന്റെ ചോദ്യം വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. ആ ചോദ്യം പക്ഷേ നാഥനെ ശരിക്കും അനങ്ങാതാക്കിയിരിക്കുകയാണ്. മുന്നോട്ട് വെച്ച കാല് അനക്കാതെ നാഥനങ്ങ് നിന്നുപോയി. അതേ അവസ്ഥ തന്നെ വനേസയ്ക്കും അതുപോലെ എമിലിക്കും ഉണ്ടായിരിക്കുകയാണ്. അവർക്ക് മാത്രമല്ല, ആ റെസ്റ്റോറന്റിലുള്ള പലർക്കും ആ അവസ്ഥയുണ്ട്. സാക്ഷാൽ ഷോൺ ഷിൻഡയാണ് ഇപ്പോ നാഥന്റെ മുന്നിൽ നിൽക്കുന്നത്. ഇയാൻ ഷിൻഡയുടെ മകൻ. ലെസ്റ്ററിലെ ഏറ്റവും ശക്തനാണ് ഇയാൻ ഷിൻഡെ എന്ന് എല്ലാവർക്കും അറിയാം. മകൻ ഷോണിന്റെ സകല തെമ്മാടിത്തരങ്ങളെയും കണ്ടില്ലെന്ന് വെക്കുന്ന ആളാണ് ഇയാൻ ഷിൻഡെ. ആ ഇയാൻ ഷിൻഡയുടെ പിൻബലത്തിലാണ് ഷോൺ വൃത്തിയിടതൊക്കെ കാണിക്കുന്നത്. ഷോൺ ഷിൻഡയുടെ മകനാണെന്ന് കേട്ടതും പെട്ടെന്ന് എമിലി നാഥന്റെ രക്ഷയ്ക്കെത്തി. ഏയ് ഷോൺ, ഇതൊരു വിഷയമാക്കേണ്ട കാര്യമുണ്ടോ? ഇതൊരു റെസ്റ്റോറന്റ് അല്ലേ? ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഇഷ്ടംപോലെ വരും. മിസ്റ്റർ ഷോൺ, അങ്ങ് ഒരു മഹാനായ വ്യക്തിയുടെ മകനല്ലേ, ഇതൊക്കെ വിട്ടേക്ക്. എമിലി പറഞ്ഞത് ഷോണും കേട്ടു. ഷോൺ നാഥനോട് പറഞ്ഞു, ഓക്കെ, നിന്നെ ഞാൻ വിടാം. പക്ഷെ ഒരു കണ്ടീഷൻ. ദാ ഈ സുന്ദരിയും അവളുടെ കൂടെ ഇരിക്കുന്ന ആ ബാക്കി 3 സുന്ദരിമാരുണ്ടല്ലോ, അവരും കൂടി എന്നോടൊപ്പം ഒന്ന് കൂടണം.
ജസ്റ്റ് ഒന്ന് ഡ്രിങ്ക്സ് കഴിക്കാനാണ്. അങ്ങനെ ചെയ്താൽ നിന്നെ ഞാൻ വെറുതെ വിടാം. നാഥൻ ആകെ പെട്ടതുപോലെയായി. അവന്റെ സഹോദരി എമിലി ആ ഷോണിനൊപ്പം മദ്യപിക്കാൻ അയക്കുക എന്ന് പറഞ്ഞാൽ അത് അപകടകരമാണ്. ഒരു പെർവർട്ടാണ് ഈ ഷോണെന്ന് പലരും പറഞ്ഞ് നാഥൻ കേട്ടിട്ടുമുണ്ട്. എമിലിയും ആകെ പെട്ടതുപോലെയായി. എമിലി ഷോണിനോട് പറഞ്ഞു, മിസ്റ്റർ ഷോൺ, നോക്ക്, ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഒപ്പം മദ്യപിക്കാം, പക്ഷെ അവരെങ്ങ് വിട്ടേക്കണം. ഏയ്, ഞാൻ ആരെ വിടണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നീയാണോ? അങ്ങനെ പറഞ്ഞിട്ട് ഷോൺ അയാളുടെ ടേബിളിന്റെ അടുത്തുനിന്ന് ആ നാഥൻ നിൽക്കുന്ന ടേബിളിന് അടുത്തേക്ക് നടന്നു തുടങ്ങി. ഷോൺ നടന്ന് മുന്നോട്ട് നിന്ന് കണ്ടതും ഡസ്റ്റിന് അടുത്തിരിക്കുന്ന അബിഗൽ ചാടി എണീറ്റു. അബിഗൽ ചാടി എണീക്കുമ്പോൾ അബിഗലിന്റെ കയ്യിൽ അവൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്ന ആ വടിയുമുണ്ട്. ഒരു ചെറിയ കുറുവടിയാണ് അബിഗലിന്റെ കയ്യിലിരിക്കുന്നത്. ആ കുറുവടിയുമായി അബിഗൽ എമിലിയുടെ അടുത്ത് വന്നു. എമിലിയുടെ തൊട്ടു മുമ്പിൽ ഇപ്പോ ഷോൺ എത്തിയിട്ടുണ്ട്. ഷോണിനെ നോക്കി അബിഗൽ പറഞ്ഞു, ഏയ്, നീ ആരായാലും എനിക്കൊരു പ്രശ്നമല്ല. ഞങ്ങളുടെ അടുത്ത് കളിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. അബിഗൽ ആ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കൂടുതൽ പെൺകുട്ടിയാണ്, സുന്ദരിയുമാണ്. സുന്ദരിയായ അബിഗലിന്റെ ആ വാക്കുകൾ കേട്ട ഷോൺ പെട്ടെന്ന് നിങ്ങൾ പൊട്ടിച്ചിരിച്ചു. ഇത് കൊള്ളാം, ഈ ലസ്റ്ററിൽ ഇവിടെ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ഒരാൾ തയ്യാറാകുന്നത് ആദ്യമായിട്ടാണ്, അതും സുന്ദരിയായ ഒരു പെൺകുട്ടി. എനിക്ക് എന്തായാലും നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ നീ ഇന്ന് എന്നോടൊപ്പം രാത്രി ചെലവിടാൻ തയ്യാറായിക്കോ. ഷോൺ അത് പറഞ്ഞതും അബിഗൽ അവളുടെ കയ്യിലെ ആ കുറുവടിയുമായി മുന്നോട്ട് കയറി. ഡായ്, നീ ആളുന്തരം കൊണ്ട് സംസാരിക്കണം, ഇല്ലെങ്കിൽ നിന്റെ കൈയും കാര്യം ഞാൻ തല്ലി ഓടിക്കും. അങ്ങനെ അബിഗൽ പറഞ്ഞതും ഷോണിന്റെ പുറകിൽ നിന്ന ഷോണിന്റെ ഗുണ്ടകൾ അബിഗലിനെ നോക്കി ഒന്ന് മുന്നോട്ട് വന്നു. അവർക്കൊരു തമാശയാണ് അബിഗൽ ആ വടിയും പിടിച്ചിരിക്കുന്ന കണ്ടപ്പോൾ. പക്ഷേ ആ തമാശ സീരിയസ് ആണെന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. അവന്മാർ അബിഗലിന്റെ അതിവേഗതയുള്ള ആക്ഷനിൽ താഴെ വീണു. ശരിക്കും നാഥൻ പോലും ഞെട്ടിപ്പോയി. നാഥൻ അബിഗലിനെ വളരെ കൗതുകത്തോടെയാണ് ഈ നിമിഷങ്ങളിൽ കണ്ടുകൊടുക്കുന്നത്. പക്ഷെ അമ്പരപ്പിക്കുന്ന വേഗതയിൽ അബിഗൽ ഷോണിന്റെ ആളുകളെ അടിച്ചിടുമെന്ന് നാഥൻ തീരെ കരുതിയതല്ല. അബിഗൽ അവരെ അടിച്ചിട്ടതും എമിലിയും വനാസയും നാഥനും ഏതാണ്ട് വിളറി വെളുക്കുകയാണ്. അബിഗൽ കൈവച്ചിരിക്കുന്നത് സാക്ഷാൽ ഷിൻഡയുടെ ഗാങ്ങിലെ ആളുകളെയാണ്. ലെസ്റ്ററിനെ ഇളക്കി മറിക്കാൻ കപ്പാസിറ്റിയുള്ള ഷിൻഡെ ഈ വിവരം അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രശ്നം അനുഭവിക്കാൻ പോകുന്നത് അബിഗലും അബിഗലിനൊപ്പമുള്ള ആളുകൾ മാത്രമല്ല, ഈ അഷുർ മിസ്റ്റ് ഗിൽഡും ഫലം അനുഭവിക്കും. ആ ചിന്ത മനസ്സിലേക്ക് വന്നതും എമിലി അബിഗലോട് പറഞ്ഞു, ഏയ് അബിഗൽ, ഇത് ഇത്തിരി കടന്നുപോയി, ഇത് പ്രശ്നമാകും. അബിഗൽ, നീ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഡെസ്റ്റിനെയും അസ്ലിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോ. അത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഷിൻഡെ എമിലിയോട് പറഞ്ഞു, ഹേയ്, അത് ഇനി പറ്റൂല. അങ്ങനെ അയാൾ പറഞ്ഞതും പുറത്തുനിന്ന് ഒത്തിരിയേറെ ഗുണ്ടകൾ അകത്തേക്ക് വന്നു. ഷിൻഡെ ഒരു വലിയ ഗ്രൂപ്പിനെ എപ്പോഴും കൊണ്ടു നടക്കുന്ന ആളാണ്. ആ ഗ്യാങ് അകത്തേക്ക് കയറിയപ്പോ ഒരു വിറയൽ നാഥന്റെയും എമിലിയുടെയും വനേസയുടെയും ഒക്കെ മുഖത്തുണ്ട്. അവർക്ക് മാത്രമല്ല, അവരുടെ ഒപ്പമുള്ള ആ അഷുർ മിസ്റ്റ് ഗിൽഡിലെ സകല ആളുകൾക്കുമുണ്ട്. ഷിൻഡയുടെ ഗ്യാങ് അവിടെ എത്തിയിരിക്കുകയാണ്. ആ ഗ്യാങ് തന്റെ പിന്നിൽ അണിനിരുന്നത് കണ്ടതും ഷോൺ ഷിൻഡെ ഉറക്കെ അബിഗലിനോട് പറഞ്ഞു, ഏയ് പെൺകുട്ടി, നീ എന്റെ മുന്നിൽ മുട്ടുകുത്തി ആദ്യം മാപ്പ് പറയാം, അതിനുശേഷം എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കാം. ഷോൺ ഷിൻഡെ അത് പറഞ്ഞതും എമിലിയും വനേസയും അബിഗലിനെ നോക്കി. അബിഗൽ, എങ്ങനെയെങ്കിലും മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്ക്, ഇയാള് വലിയ കുഴപ്പക്കാരനാണ്. അങ്ങനെ എമിലി പറയുമ്പോൾ ഒരു അടിയുടെ ശബ്ദം കേട്ടു. അബിഗലിനോട് തിരിഞ്ഞ് സംസാരിച്ചെന്ന് എമിലിയുടെ വശത്തുകൂടി ഒരാൾ നടന്നുപോയത് യഥാർത്ഥം കണ്ടില്ലെന്ന് പറയാം. പക്ഷെ നാഥൻ കൃത്യമായി കണ്ടു. ഡെസ്റ്റിന്റെ കൈ ഷോൺ ഷിൻഡയുടെ കവിളിൽ ആഞ്ഞു പതിക്കുന്നത്. ആ രംഗം കണ്ട് നാഥൻ ഏതാണ്ട് വാ പൊളിച്ചു പോയെന്ന് പറയാം. സാക്ഷാൽ ഇയാൻ ഷിൻഡയുടെ മകന്റെ പുറത്താണ് ഡെസ്റ്റിൻ കൈവച്ചിരിക്കുന്നത്. വനേസ ഉറക്കെ ഡെസ്റ്റിനോട് ചോദിച്ചു, ഡെസ്റ്റിൻ, ഇതെന്താ ഇത്? ഈ സമയത്ത് ഡെസ്റ്റിന് നേരെ തിരിഞ്ഞിരുന്ന എമിലിയും അതേ ചോദ്യം ഡെസ്റ്റിനോട് ചോദിക്കുന്നു. ഡെസ്റ്റിൻ, അയ്യോ, ഇതെന്താ ചെയ്തത്? നിങ്ങൾ ആരെ കൈവച്ചത്? ഡെസ്റ്റിൻ, പ്ലീസ് വേഗം രക്ഷപ്പെടാൻ. അങ്ങനെ എമിലി പറഞ്ഞതും നാഥൻ ഉറക്കെ ഡെസ്റ്റിനോട് പറഞ്ഞു, ഡെസ്റ്റിൻ, നിന്റെ ഈ ആക്ഷൻ ആകെ കുഴപ്പം പിടിച്ചതാണ്. നീ ഇതിന്റെ പേരിൽ ഞങ്ങളെ ഇരത്തേക്ക് വലിച്ചിടയ്ക്കരുത്. ഞങ്ങൾക്ക് ഈ കാര്യമായി ഒരു ബന്ധവുമില്ല. അങ്ങനെ നാഥൻ പറഞ്ഞതും ഡെസ്റ്റിൻ ഷിൻഡയുടെ കവിളിൽ ഒരടി. ഈ അടി എന്തിനാണെന്നറിയാവോ? ആളുകളോട് വെറുതെ തട്ടിക്കേറിയതിന്. അങ്ങനെ പറഞ്ഞൊരു വീണ്ടും ഒരടി. ഇതെന്തിനെന്നറിയാവോ? സ്ത്രീകളോട് മോശമായി പെരുമാറിയതിന്. വീണ്ടും ഒരടി. ഇതെന്തിനെന്നറിയാവോ? നിന്റെ അച്ഛൻ നിന്നെ നന്നായി വളർത്താത്തതിനും. ഇതെന്തിനെന്നറിയാവോ? ഒരു റെസ്റ്റോറന്റിൽ പാലിക്കേണ്ട മാന്യത പാലിക്കാത്തതിനും. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഡെസ്റ്റിൻ ഇരു കവിളിലും മാറി മാറി അടിക്കുകയാണ്. ഈ സമയത്ത് ഷോൺ ഷിൻഡയുടെ ഗ്യാങ് അയാളുടെ പുറകിൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പറ കവിളിൽ അടി വീണപ്പോ ഷോൺ ഷിൻഡയ്ക്ക് എന്താണ് സംഭവിച്ചെന്നൊരു പിടിയില്ലായിരുന്നു. അയാള് ബോധത്തിലേക്ക് വന്നതും അയാളുടെ കൂടെയുള്ള ഗുണ്ടകളോട് പറഞ്ഞു, ഏയ്,
എന്താ നോക്കി നിൽക്കുന്നത്? അവനെ അടിച്ചു വീഴ്ത്ത്. ഈ നിമിഷത്തിലാണ് ആ ഹാളിലേക്ക് മറ്റൊരാൾ കടന്നു വന്നത്. സ്റ്റോപ്പ് സ്റ്റോപ്പ് അങ്ങനെ പറഞ്ഞുകൊണ്ട് കടന്നു വന്നത് സാക്ഷാൽ ഇയാൻ ഷോണ്ടെയാണ്. ഇയാൻ ഷോണ്ടെ കണ്ടതും ഷോൺ ഡസിന്റെ അടുത്തുനിന്ന് ഓടി ഇയാന്റെ അടുത്തെത്തി. ഇയാന്റെ കാൽ കെട്ടിപ്പിടിക്കുകയാണ് ഷോൺ. ഏയ് ഷോൺ, ഇതെന്താ? അച്ഛാ, അവനെന്നെ അടിച്ചു. ആര്? അച്ഛാ, അവനാ. ഇയാൻ ഷോണ്ടെ അങ്ങോട്ട് വരുന്ന കണ്ടതും നാഥന്റെയും എമിലിയുടെയും വനേസയുടെയൊക്കെ കാറ്റു പോയതുപോലെയായി. അഷർ മിസ്റ്റിലെ മുഴുവൻ ആളുകളും ഏതാണ്ട് ഞെട്ടിത്തരിച്ച് അങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്, അനങ്ങാൻ പോലും ആകാതെ. ഇയാൻ ഷോളുടെ കണ്ണുകൾ ഈ സമയത്ത് ഡസൻ റൈസിന് നേരെ തിരിഞ്ഞു. ഡസൻ റൈസിന്റെ നേരെ തിരിഞ്ഞ ഇയാൻ ഷോളുടെ കണ്ണുകൾ ഡസന്റെ കണ്ണുകളുമായി ഒന്ന് കോർത്തതും ഒരു വിറയൽ ഇയാന്റെ പെരുവിരൽ മുതൽ തലവരെ പെട്ടെന്നാണ് കടന്നു വന്നത്. അയാൾ യഥാർത്ഥത്തിൽ അഗസ്റ്റിസ് ക്ലൈനും ഡസൻ റൈസും തമ്മിലുള്ള ആ ഫൈറ്റ് കാണാനായി മിൽസ്ബർഗിൽ എത്തിയിരുന്ന ആളാണ്. അയാൾക്ക് ഇപ്പോഴും ഡസൻ ഒറ്റയിടിക്ക് ഗ്രാൻഡ് മാസ്റ്ററായ അഗസ്റ്റിസ് ക്ലൈനെ ശൂന്യതയിൽ ലയിപ്പിച്ച ആ രംഗം നന്നായി ഓർമ്മയുണ്ട്. അയാളുടെ ജീവനുള്ളിടത്തോളം കാലം ആ രംഗമൊക്കെ മറക്കാനാവില്ല. അത്ര ഭീകരമായ ഒരു രംഗമായിരുന്നു അത്. അഗസ്റ്റിസ് ക്ലൈനെ ഒറ്റയിടിക്ക് അപ്രത്യക്ഷനാക്കിയ ആ വ്യക്തിയാണ് ഇതാ റെസ്റ്റോറന്റിൽ അവിടെ നിൽക്കുന്നത്. ഡസ്റ്റിന്റെ നേരെ അങ്ങനെ നോക്കി നിൽക്കുന്നതിനിടയിൽ ഇയാന്റെ കാലുകൾ വിറയ്ക്കുമ്പോൾ ആ കാലിൽ പിടിച്ചിരിക്കുന്ന ഷിൻഡെ അവന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛ അവനാണ് എന്നെ ഉപദ്രവിച്ചത്, അച്ഛ അവൻ അടിക്കുക അച്ഛ. അങ്ങനെ ഇയാനോട് ഷോൺ പറഞ്ഞതും ഇയാൻ കൈ നിവർത്തി ഷോണിന്റെ പുറത്തൊരു അറ്റിയാടി. അയാളുടെ കാല് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഷോൺ അടിയേറ്റ് തെറിച്ച് താഴേക്ക് വീണു. ഷോണിന് ഒരു പിടിയുമില്ല എന്താണ് സംഭവിക്കുന്നത്. അവന്റെ അച്ഛൻ അവനെ സാധാരണയിൽ തല്ലാറില്ല. അവൻ ഒരുപാട് തെമ്മാടിത്തരങ്ങൾ സാധാരണഗതിയിൽ അവിടെയൊക്കെ കാണിക്കുന്നതാണ്. അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ പറഞ്ഞറിയുമ്പോഴൊക്കെ ഇയാൻ വെറുതെ ചിരിക്കാറേ ഉള്ളൂ. പക്ഷെ ഇപ്പോ ഇത് ആദ്യമായി ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കേ ഇയാൻ അവനെ പരസ്യമായി തല്ലുകയാണ്. എന്താണ് സംഭവം എന്ന് പിടികിട്ടാത്തതുകൊണ്ട് ഷോൺ വീണ്ടും ഇയാനോട് ചോദിച്ചു, അച്ഛ എന്തിനാണ് അടിച്ചത്? നിന്നെ അടിക്കുക, നിന്നെ കൊല്ലുകയാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇയാൻ ഷോണിനെ പൊതിരെ തല്ലാൻ തുടങ്ങി. തലയും വലിയ അവനെ തല്ലുകയാണ്. തല്ലുന്നതിനിടയിൽ ഇയാൻ ഷോണിനോട് പറയുകയാണ്, നിന്നെ ഞാനെ തല്ലി വളർത്താത്തതിന്റെ കുഴപ്പമാണ്, നീ കാരണം നമ്മൾ മുഴുവൻ അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനെ അനവധി തവണ ഇയാൻ അടിച്ചതും ഇയാന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇയാനോട് പറഞ്ഞു, സാർ ഇനിയും തല്ലിയാൽ ഷോൺ മരിച്ചു. അപ്പോൾ മാത്രമാണ് ഇയാൻ യഥാർത്ഥത്തിൽ താഴെ അടികൊണ്ട് കിടക്കുന്ന ഷോണിനെ ഒന്ന് നോക്കിയത്. ശരിക്കും ദയനീയമാണ് ഷോണിന്റെ അവസ്ഥ. ഡസന്റെ പുറത്തുനിന്നേറ്റ അടിയും ഇയാന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയും കൂടി അവനെ ഒരു പരുവമാക്കിയിരിക്കുകയാണ്. താഴെ വീണ് കിടക്കുന്ന മൃതപ്രായനായ മകൻ ഷോണിനെ നോക്കിയിട്ട് ഡസിന്റെ മുഖത്തേക്ക് ഇയാൻ നോക്കിയതും ഡസൻ കണ്ണുകൊണ്ട് ഒരു സംതൃപ്തി അറിയിച്ചതുപോലെ ഒരു തോന്നൽ ഇയാനുണ്ടായി. ആ നിമിഷത്തിൽ തന്നെ ഇയാൻ തല ഒന്ന് താഴ്ത്തിയിട്ട് അയാളുടെ മകനെ ആളിനെ കൊണ്ട് എടുപ്പിച്ചു വേഗം ആ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സംഭവങ്ങൾ വളരെ വേഗത്തിലാണ് ആ റെസ്റ്റോറന്റിനകത്ത് നടന്നത്. നാഥനും എമിലിയും വനാസയും അവിടെ കൂടെയുള്ള ആ അഷൂർ മിസ്റ്റിലെ ആളുകളൊക്കെ വല്ലാത്തൊരു അമ്പരപ്പോട് കൂടിയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടുനിന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചെന്നോ ഇയാന്റെ പെട്ടെന്നുള്ള ആ പെരുമാറ്റത്തിന്റെ പിന്നിലെ കാര്യം എന്താണെന്നോ അവർക്ക് മനസ്സിലായില്ല. ഇയാനെ പെട്ടെന്ന് വട്ടു വന്നു. അങ്ങനെ ഒരു തോന്നലാണ് പലർക്കും ഉള്ളത്. ഇയാൻ എന്തോ കണ്ട് ഭയപ്പെട്ടിരിക്കുകയാണ്. ഈ സംഭവം കഴിഞ്ഞ് കൃത്യം 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡസൻ റൈസും അസലിയും അബിഗലും ആ റെസ്റ്റോറന്റ് പുറത്ത് കാത്തു നിൽക്കുകയാണ്. അവർ കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് അപ്പോഴാണ് എമിലിയും വനേസയും നാഥനും അഷൂർ മിസ്റ്റിലെ ബാക്കി ആളുകളും എത്തിയത്. നാഥൻ ആ ടീമിനോടായി പറഞ്ഞു, ഞാനായിരിക്കും ഈ ടീമിനെ ലീഡ് ചെയ്യുക. നിങ്ങൾക്കാർക്കും ഈ സ്ഥലത്തെക്കുറിച്ച് വലിയ ധാരണയില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾ എന്റെ പുറകെ വന്നാൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് നാഥൻ മുന്നോട്ട് നടന്നു തുടങ്ങി. കൂടെ എമിലിയും വനേസയും ആ അഷൂർ മിസ്റ്റ് ടീമും ഉണ്ട്. ഡസൻ റൈസും അസലിയും അബിഗലും അവരെ ഫോളോ ചെയ്യുകയാണ്. ഏകദേശം ഒരു 30 മിനിറ്റ് നാഥനും ടീമും നടന്നപ്പോൾ അവർ ആ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ കവാടത്തിലെത്തി. എന്തുകൊണ്ട് ആ വനത്തിനെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നുവെന്ന് ആ വനത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ സകലർക്കും ബോധ്യമാവും. മരങ്ങൾ വളർന്ന് പന്തലിച്ച് അവയുടെ ശാഖകൾ തൊട്ടു നിൽക്കുകയാണ്, ഇലകൾ ചേർന്ന് നിൽക്കുകയാണ്. സൂര്യപ്രകാശം ശരിക്കും ബുദ്ധിമുട്ടിയാണ് തറയിലേക്ക് പതിക്കുന്നത്. ഇരുട്ട് ആ വനത്തിന്റെ ഭാഗം തന്നെയാണ്. ആ വനത്തിനകത്തേക്ക് അവർ യാത്ര തുടങ്ങി. അധിക സമയം കഴിയുമ്പോൾ ആ യാത്ര വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒന്നായി മാറി. വഴി എന്ന് പറയുന്നത് അത്ര വ്യക്തമല്ല. തറയിൽ ഭയപ്പെടുത്തുന്ന അനവധി ഇഴജന്തുക്കളും കാടിനകത്ത് വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് സൂചനകൾ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. രൂക്ഷമായ ഒരു ഗന്ധം ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുമുണ്ട്. ചെറിയ കാറ്റ് വീശുമ്പോൾ ആ ഗന്ധം അവർക്ക് അനുഭവപ്പെടുകയാണ്. ആ ഗന്ധം ശ്രദ്ധിച്ച ഡസൻ അവരോട് പറഞ്ഞു, ഏതോ ചതുപ്പ് നിലകളിൽ നിന്നുള്ള വിഷമാണ് കാറ്റത്ത് ഇങ്ങോട്ട് വരുന്നത്. വഴി കൃത്യമായിട്ടും അറിഞ്ഞുകൂടെങ്കിൽ
നമ്മൾ പെട്ടുപോകും. ഡസ്റ്റൻ അത് പറഞ്ഞതും നാഥൻ ദേഷ്യപ്പെട്ട് ഡസ്റ്റനോട് പറഞ്ഞു, ഏയ് ഞാനാ നയിക്കുന്നത്, ഞാൻ ഈ ലോക്കലാണ്, എനിക്ക് വഴിയൊന്നും തെറ്റത്തില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് നാഥൻ നെഞ്ചു വിരിച്ചങ്ങനെ നടക്കുകയാണ്. ശരിക്കും നല്ലൊരു ഫൈറ്ററാണ് നാഥൻ. നാഥന്റെ ആ ആക്ഷൻ സ്വാഭാവികമായിട്ടുള്ള അവന്റെ ആ കരുത്തിനെ പ്രതിഫലിപ്പിക്കുന്നത് തന്നെയാണ്. അവര് ഏകദേശം ഒരു മണിക്കൂർ നടന്നപ്പോഴാണ് പെട്ടെന്ന് ആ സ്ത്രീകൾ ഒന്നിച്ച് വിളിച്ചു പോയത്. ഒരാളിന്റെ തല അറ്റ് ബാക്കി ബോഡി ഒരു മരത്തിൽ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അയാളുടെ മരത്തിന്റെ മുകളിൽ കൂടി ഇട്ടിട്ട് ആരോ കഴുത്ത് വെട്ടിയിരിക്കുകയാണ്. വെട്ടേറ്റ് കഴുത്തിന് അറ്റ തല താഴെ വീണ് കിടപ്പുണ്ട്. ആ കൊല നടന്നിട്ട് അധിക സമയമായിട്ടില്ല എന്ന് വ്യക്തമാണ്. കൊലയാളികൾ വഴിയിൽ എവിടെയെങ്കിലും പതുങ്ങി ഇരിപ്പുണ്ടാവുമെന്ന് ഒറ്റ നോട്ട് തന്നെ വ്യക്തമാണ്. ഭയന്നുപോയ എമിലിയും വനേസയൊക്കെ അമ്പരപ്പോടെ ആ ബോഡിയിലേക്ക് നോക്കുന്ന കണ്ടതും ഡസ്റ്റൻ അവരോട് പറഞ്ഞു, നോക്ക്, നമ്മൾ ഇങ്ങനെ പരിചയമില്ലാത്ത സ്ഥലത്തൂടി യാത്ര ചെയ്തുകൊണ്ട് കാര്യമില്ല. എനിക്ക് ഈ ജെയിൻ മെയ്ഡൻ സിസ്റ്റർഹുഡിലെ ഒരാളുമായി ഒരു കണക്ഷൻ ഉണ്ട്. അയാൾ എനിക്ക് ചില അടയാളങ്ങൾ നൽകിയിട്ടുണ്ട്. അയാൾ നൽകിയ അടയാളം വഴി നമ്മൾ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും നമ്മൾ ഐറിസിന്റെ ശവക്കലറിൽ എത്തും. നിങ്ങൾ വരുന്നെങ്കിൽ വാ, ഞാൻ എന്തായാലും അതുവഴി പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡസ്റ്റൻ അബിഗലും അസലിയുമായി മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു. ഡസ്റ്റൻ ആ ഭാഗം എത്തുന്നതുവരെയും യഥാർത്ഥത്തിൽ വളരെ ശ്രദ്ധിച്ച നടന്നു വന്നിരുന്നത്. നേരത്തെ നിക്കി ഡസ്റ്റനോട് ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. ബ്ലാക്ക് ഫോറസ്റ്റിനകത്തേക്ക് അവൾ കടന്നു കഴിഞ്ഞാൽ അവൾ ഡസ്റ്റന് തിരിച്ചറിയാൻ കഴിയുന്ന ചില അടയാളങ്ങൾ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടാവും. ചിലപ്പോ മരങ്ങളിലുള്ള വരകളായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവമായിരിക്കും. എന്തായാലും ഡസ്റ്റന് അത് മനസ്സിലാകും. നിക്കി ഇട്ട അടയാളം കണ്ടതുകൊണ്ടാണ് ഡസ്റ്റൻ മറുഭാഗത്തേക്ക് തിരിയാൻ തീരുമാനിച്ചത്. ഡസ്റ്റനും അസലിയും അബിഗലും മുന്നോട്ട് നടക്കുന്ന കണ്ടതും എമിലി നാഥനോട് പറഞ്ഞു, ഏയ് നാഥൻ, വാ വാ, അവരുടെ കൂടെ പോവാം. ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഐറിസിന്റെ ആ ശവക്കല്ലറ അറിയാവുന്നല്ലേ പറഞ്ഞത്. നാഥന് ഡസ്റ്റൻ പറഞ്ഞ കേസ് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. പക്ഷേ ഡസ്റ്റിന്റെ ആ കോൺഫിഡൻസ് നാഥനെയും ഒന്ന് ചിന്തിപ്പിക്കുന്നുണ്ട്. കൂടുതലൊന്നും തർക്കിക്കാൻ നിൽക്കാതെ നാഥനും ഡസ്റ്റിനൊപ്പം തിരിച്ചു. ഒരു വലിയ ടീം തന്നെയാണ് അവർ. ഏകദേശം ഒരു 2.5 മണിക്കൂർ അവർ നടന്നു കാണും. ഇപ്പൊ സമയം രാവിലെ 9 ആകുന്നതേ ഉള്ളൂ. ആ സമയത്ത് അവർ വനത്തിനകത്ത് ഒരു വല്ലാത്ത പ്രകാശം കണ്ടു. പ്രകാശം കണ്ട ഭാഗത്തേക്ക് ഡസ്റ്റൻ ടീമും നടന്നെത്തുമ്പോൾ തുറസായ ഒരു സ്ഥലമാണ് അവരുടെ മുന്നിൽ കാണുന്നത്. ആ തുറസായ സ്ഥലത്തിനപ്പുറത്ത് വീണ്ടും വനമുണ്ട്. എന്ന് പറഞ്ഞാൽ വനത്തിനകത്ത് ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലിപ്പത്തിൽ ഒരു സ്ഥലം തുറസായി കിടക്കുകയാണ്. ആ സ്ഥലം ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ തുറന്നങ്ങനെ കിടക്കുകയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല. ആ ഗ്രൗണ്ടിൽ അവർ ആ കാഴ്ച കണ്ടു. ഒരു കൂറ്റൻ ശവകുടീരം അവിടെ വ്യക്തമായും കാണാം. ആ ശവകുടീരം മാത്രമല്ല അവർ കണ്ടത്. ആ ശവകുടീരത്തിന് പുറത്തായി 7-8 ആളുകൾ നിപ്പുണ്ട്. ആയുധധാരികളായ ആളുകളാണ്. ആ ആളുകളുടെ യൂണിഫോം കണ്ട എമിലി നാഥനോട് പറഞ്ഞു, ഏയ് നാഥൻ, അത് അയൺ ഫിസ്റ്റുകാരാണ്. നമുക്ക് മുന്നേ അയൺ ഫിസ്റ്റ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അക്ഷർ മിസ്സിനെ പോലെ തന്നെ ലെസ്റ്ററിലെ അറിയപ്പെടുന്ന മറ്റൊരു ഗിൽഡാണ് അയൺ ഫിസ്റ്റ്. ആ ടീം അവിടെ ആദ്യമേ എത്തിയെന്ന അർത്ഥം. ആ ടീമിനെ പ്രതിനിധീകരിച്ച് ആരോ കല്ലറയ്ക്കുള്ളിലേക്ക് കടന്നിട്ടുണ്ട്. കല്ലറയ്ക്കുള്ളിലേക്ക് കടന്നിരിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ് ആ ബാക്കിയുള്ള ആളുകൾ. കഥ ഏതാണ്ട് വ്യക്തമാണ്. നാഥൻ എമിലിയോട് പറഞ്ഞു, നമുക്ക് അവരെ ആക്രമിച്ചാലോ? നാഥൻ അത് പറഞ്ഞതും ഡസ്റ്റൻ നാഥനോട് പറഞ്ഞു, ഏയ് ആ വലതു ഭാഗത്തേക്ക് നോക്ക്. ഡസ്റ്റൻ പറഞ്ഞ ഭാഗത്തേക്ക് നാഥനും എമിലിയും എല്ലാവരും നോക്കുമ്പോൾ അവര് മറ്റൊരു കാഴ്ച കൂടി കാണുകയാണ്. ഈ അഷർമിസ്റ്റ് ടീമിനെ പോലെ വേറൊരു ടീം അവിടെ മരത്തിനിടയിൽ പതുങ്ങി നിൽപ്പുണ്ട്. സംശയം തോന്നിയ എമിലിയും വനേസയും അബിഗയിലും ഒക്കെ ആ കാടിന് ചുറ്റും ഒന്ന് കണ്ണുകൊണ്ട് പരന്നപ്പോൾ അവർക്ക് വേറെയും കാഴ്ചയിൽ കാണാനുണ്ട്. പല സ്ഥലത്തും അതുപോലെ ഗ്രൂപ്പായിട്ട് ആളുകൾ എങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. ആര് ആദ്യം ആ അയൺ ഫിസ്റ്റിനെ ആക്രമിക്കും, ആ ഒരു ചിന്തയാണ് ആ വളഞ്ഞു നിൽക്കുന്ന സകലർക്കും ഉള്ളത്. വളഞ്ഞു നിൽക്കുന്നവരൊക്കെയും ശക്തരായ ടീമുകളാണെന്ന് വ്യക്തമാണ്. അയൺ ഫിസ്റ്റ് ടീമുമായി ബന്ധപ്പെട്ട ആളുകൾ അകത്ത് കല്ലറയിൽ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങൾ ശേഖരിക്കുകയായിരിക്കുമെന്നുള്ള അറിവ് പുറത്ത് കാത്തു നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പൊ 2 ശൈലിയിലുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, അയൺ ഫിസ്റ്റിനെ പരാജയപ്പെടുത്തി അകത്ത് കല്ലറയിലേക്ക് കടന്ന് അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുക്കുക. 2, അവിടെ അങ്ങനെ കാത്തു നിൽക്കുക. കല്ലറയിലേക്ക് കയറിയ ആളുകൾ വിലപിടിപ്പുള്ള സാധനങ്ങളുമായി പുറത്തു വരുമ്പോൾ ഒരു ആക്രമണം അങ്ങ് നടത്തുക. ഇതിൽ ഏത് വേണം എന്നതാണ് അവരെ അലട്ടുന്ന ചിന്ത. സകലരും അങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പോൾ ഡസ്റ്റൻ റൈസ് അബിഗലിനോട് പറഞ്ഞു, വാ നമുക്ക് അങ്ങോട്ട് പോവാം. ഡസ്റ്റനും അബിഗലും അസലയും മുന്നോട്ടിറങ്ങിയതും നാഥനും എമിലിയും ആ ടീം ഒന്നിച്ച് മുന്നോട്ടിറങ്ങി. ഒരു ടീം മുന്നോട്ടിറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാടിനെ വളഞ്ഞു നിന്ന പല ഭാഗത്തു നിന്നും ടീമുകൾ മുന്നോട്ടിറങ്ങി. ഒരു ടീമും പിന്നിലാകാൻ ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്നാണ് ആ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ 4 ഭാഗത്തു നിന്നായി 4 ടീമുകൾ ആ ഗ്രൗണ്ടിലേക്ക് കടന്നത്. ഈ കാഴ്ച ആ കല്ലറയുടെ മുന്നിൽ കാവൽ നിൽക്കുന്ന അയൺ ഫിസ്റ്റിലെ ആ പോരാളികൾ കണ്ടു. അവരെ വളഞ്ഞിരിക്കുന്ന ആളുകളുടെ എണ്ണവും അവന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവന്മാരെക്കാൾ
100 മടങ്ങിന് ആളുകൾ കൂടുതലുണ്ട്. ഒരു കാരണവശാലും പുറത്തു നിൽക്കുന്ന ആളുകളോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അയൺ ഫിസ്റ്റിന്റെ ആളുകൾക്ക് തോന്നിയ നിമിഷത്തിൽ അതിന്റെ ലീഡർ ഡെറിക് നേരെ കിഴക്ക് ഭാഗത്ത് കാണുന്ന ആ ടീമിനെ നോക്കി അതിന്റെ ലീഡറോട് ചോദിച്ചു, മാഗ്നസ്, നിങ്ങളും ഞങ്ങളെപ്പോലെ ഈ ട്രഷർ തിരക്കി വന്നാണെന്ന് അറിയാം. മാഗ്നസ്, ഞങ്ങളുടെ ഒപ്പം കൂടുന്നു, കിട്ടുന്ന പാതി നിങ്ങൾക്ക് തരാം. വളരെ വ്യക്തമായ ഒരു ഓഫറാണ് ഡെറിക്ക് മാഗ്നസിന് മുന്നിൽ വെച്ചത്. അകത്തുനിന്ന് എടുക്കുന്ന വിഭവങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും പകുതി മാഗ്നസിന് കൊടുക്കാന്ന് പറഞ്ഞപ്പോ മാഗ്നസിന് ശരിക്കും സന്തോഷമായി. മാഗ്നസ് ഡെറിക്കിനോട് പറഞ്ഞു, ഡെറിക്, അത് നല്ലൊരു ആശയമാണ്, പക്ഷേ ഈ ബാക്കിയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ മാഗ്നസ് ചോദിച്ചതും ഡെറിക്ക് ചുറ്റും ഒന്നുകൂടെ നോക്കി. അയാളുടെ ശ്രദ്ധയിൽ അപ്പോഴാണ് നാഥന്റെ ടീം പെട്ടത്. ഇത് അഷുർമിസ്റ്റ് അല്ലേ? അഷുർമിസ്റ്റ് നമുക്കൊപ്പം നിൽക്കും. അഷുർമിസ്റ്റ് കൂടി ഡെറിക്കിന്റെ ടീമിനൊപ്പം നിൽക്കുമെന്നുള്ള കാര്യം ഡെറിക്ക് പറഞ്ഞപ്പോ വടക്ക് ഭാഗത്തുണ്ടായിരുന്ന ഒരു ടീം ഡെറിക്കിനോട് പറഞ്ഞു, നിങ്ങൾ മൂന്നും കൂടി അങ്ങനെ തീരുമാനിച്ചാൽ അത് ശരിയാകില്ലല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ടീം ലേശം മുന്നോട്ട് കയറി. ഇപ്പോ ആളുകൾക്ക് അവരെ കുറച്ചുകൂടി വിസിബിൾ ആണ്. ആ ടീം മുന്നോട്ട് കയറിയപ്പോഴാണ് അവർക്ക് ടീമിന്റെ ആ വിശാല സ്വഭാവം മനസ്സിലാകുന്നത്. അവർ സത്യത്തിൽ കൊള്ളക്കാരാണെന്ന് പറയാവുന്ന ടീമാണ്. അവർ സകല സ്ഥലത്തും കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം എത്തുന്നവരാണ്. അതാണ് അവരുടെ രീതി. ഇത് ഹെയിൽസ് അല്ലേ? ഹെയിൽസ്, നീ ഇവിടെ എത്തിയോ? എവിടെയൊക്കെ പണം സ്വരൂപിക്കുന്നു അവിടെയൊക്കെ ഹെയിൽസിന്റെ ടീം എത്തുന്നുള്ളത് സ്വാഭാവികമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹെയിൽസും ടീമും കൊള്ള മാത്രം മുഖമുദ്രാക്കിയവരാണ്. അവിടെ വലിയൊരു ഹണ്ട് നടക്കുകയാണെന്നും ആ ഹണ്ടിന്റെ അവസാനം കുറേയേറെ വിഭവങ്ങൾ സമാഹരിക്കപ്പെടുമെന്നും ഹെയിൽസിനും ടീമിനും അറിയാം. അതുകൊണ്ടാണ് അവർ ആ വനത്തിൽ കാത്തിരുന്നത്. ഇപ്പോ മാഗ്നസും ഡെറിക്കും അഷുർമിസ്റ്റും കൂടി കാര്യങ്ങൾ വീതം വെച്ചെടുക്കാൻ പോവുകയാണെന്ന് കേട്ടപ്പോ ഹെയിൽസിന് അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുമാത്രമല്ല, ആ 3 ടീമും കൂടെ യോജിച്ചാൽ ഹെയിൽസിന് അവർ തോൽപ്പിക്കാനും പറ്റില്ല. ഹെയിൽസ് മുന്നോട്ട് കയറിയതും മാഗ്നസ് ഡെറിക്കിനോട് പറഞ്ഞു, ഡെറിക്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അവനെ ആദ്യം തീർക്കാം. പറഞ്ഞു എന്ന് മാത്രമല്ല, മാഗ്നസും ടീമും പെട്ടെന്ന് മുന്നോട്ട് കുതിക്കുകയും ചെയ്തു, കൂടെ ഡെറിക്കിൻ ടീമും. ഡെറിക്കിന്റെ ടീമും മാഗ്നസിന്റെ ടീമും ഒന്നിച്ച് ഹെയിൽസിന്റെ ടീമിനെ ആക്രമിച്ചതും ഹെയിൽസിന്റെ ടീം വലിയ കൊള്ളക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് കഥയൊന്നും ഉണ്ടായില്ല. അവർ ഏകദേശം ഒരു 7-8 മിനിറ്റ് ആയപ്പോ തകർന്ന് തരിപ്പണമായി. ഈ സമയത്താണ് ഡെറിക് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ അഷുർമിസ്റ്റുകാര് അനങ്ങിയിട്ടേ ഇല്ല. നാഥനും എമിലിയും അഷുർമിസ്റ്റിലെ ബാക്കി ആളുകളൊക്കെ ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. നാഥൻ, നീ എന്താ ഞങ്ങളെ സഹായിക്കായിരുന്നത്? മിസ്റ്റർ മാഗ്നസ്, സത്യത്തിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനായി റെഡി ആകുമ്പോഴേക്കും നിങ്ങൾ അവരെ തീർത്തു കഴിഞ്ഞു. നിങ്ങളെപ്പോലെ ശക്തർ അവരോട് ഏറ്റുമുട്ടുമ്പോൾ ഞങ്ങൾ പിന്നെ എന്താ ചെയ്യുക? ഹെയിൽസിന്റെ തലയറുത്ത മാഗ്നസിനോടാണ് നാഥൻ അത് പറഞ്ഞത്. പെട്ടെന്ന് മാഗ്നസ് ഡെറിക്കിനോട് ചോദിച്ചു, ഡെറിക്, ഈ അഷുർമിസ്റ്റ് നമുക്കൊരു ബാധ്യതയാവൂല്ലേ? അവരെ കൂടെ അങ്ങ് തീർത്താൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് പപ്പാതി എടുക്കാം. മാഗ്നസിന്റെ ആ വാചകം കേട്ട നിമിഷത്തിനെ ഡെറിക് ഒന്ന് ചിരിച്ചു. അതെ മാഗ്നസ്, നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ പെട്ടെന്ന് അയാളുടെ ശരീരം ഒന്ന് ചൂടാക്കാനായി കൈ ഒന്ന് നിവർത്തിയ ആ നിമിഷത്തിൽ തൊട്ട് അടുത്ത് നിൽക്കുന്ന മാഗ്നസ് അയാളുടെ വാള് ഡെറിക്കിന്റെ കഴുത്തിലൂടെ ആഞ്ഞൊരൊറ്റ കുത്ത്. ഡെറിക്ക് എപ്പോഴും പ്രൊട്ടക്റ്റഡ് എനർജി ശരീരത്തിന് ചുറ്റും സൂക്ഷിക്കുന്ന ആളാണ്. പക്ഷേ ഏതാനും സെക്കൻഡുകൾ മുമ്പ് അയാൾ ഒന്ന് ഫ്രീ ആയിട്ട് വീണ്ടും അയാളുടെ ശരീരത്തിന് ചുറ്റുമായി ആ പ്രൊട്ടക്റ്റഡ് എനർജി കൊണ്ടുവരാനായി ശ്രമിക്കാൻ തുടങ്ങുന്ന സമയത്താണ് തൊട്ടടുത്തുന്ന മാഗ്നസ് അയാളുടെ കഴുത്തിൽ പുറകിലൂടെ ആ വാള് കുത്തി കയറ്റിയത്. ആ നിമിഷത്തിന് ഡെറിക്കിന്റെ കണ്ണുകൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരികയാണ്. കാരണം അയാൾക്ക് കാണാം അയാളുടെ കഴുത്തിലൂടെ വാള് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അമ്പരപ്പോടെ ഡെറിക്ക് തിരിഞ്ഞ് മാഗ്നസ് നോക്കുമ്പോൾ മാഗ്നസ് ഡെറിക്കിനോട് പറഞ്ഞു, സോറി ഡെറിക്, ഈ സ്വത്തൊക്കെ വീതം വയ്ക്കാൻ ഒരുപാട് സമയമെടുക്കും. അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഡെറിക്കിനെ കൊല്ലുന്നത്. തെറ്റായിട്ട് ഒന്നും വിചാരിക്കരുത്. ഡെറിക്കിന് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ മാഗ്നസ് ആ വാള് വലിച്ചെടുക്കുന്നിടയിൽ ആ കഴുത്തിലൂടെ ഒന്ന് ഉരച്ചാ പോയത്. സ്വാഭാവികമായിട്ടും ഡെറിക്കിന്റെ തലയേറ്റ് ഡെറിക്ക് താഴേക്ക് വീണു. ആ അയൺ ഫിസ്റ്റ് ടീമാണ് അവിടെ ഉള്ളതിൽ ഏറ്റവും ശക്തമായ ടീം. അവരുടെ ലീഡർ ഡെറിക്ക് താഴേക്ക് വീണപ്പോ ഡെറിക്കിന്റെ അനുയായികൾ ആദ്യം ശരിക്കും ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ അവർ സ്വബോധം വീണ്ടെടുത്ത് ഒന്നിച്ച് മാഗ്നസിനെ ആക്രമിച്ചു. പക്ഷെ മാഗ്നസിന് ഏതാനും മിനിറ്റുകൾ പോലും വേണ്ടി വന്നില്ല ആ ടീമിനെ ഇല്ലാതാക്കാൻ. മാഗ്നസ് അതിശക്തനായ ഒരു യോദ്ധാവാണെന്ന് അടുത്ത നിമിഷം തന്നെ ആ ഡെറിക്കിന്റെ അനുയായികൾക്ക് മനസ്സിലാവുകയാണ്. ഡെറിക് ഒരു ഡിവൈൻ ലെവൽ മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. അയാളുടെ പുറത്ത് ഒരു പ്രൊട്ടക്റ്റഡ് കവർ ഉണ്ടായിരുന്നു. ആ പ്രൊട്ടക്റ്റഡ് കവറുള്ള അയാളെ ചതിച്ച് കൊലപ്പെടുത്തി കഴിഞ്ഞതും മാഗ്നസിന് കാര്യങ്ങൾ പിന്നെ എളുപ്പമാവുകയായിരുന്നു. ഡെറിക്കിന്റെ അയൺ ഫിസ്റ്റും ഹെയിൽസിന്റെ ആ കൊള്ളസംഘവും വീണ് കഴിഞ്ഞപ്പോൾ ഇനി ബാലൻസ് ഉള്ളത് നമ്മുടെ അഷുർ മിസ്റ്റ് ടീമും മാഗ്നസിന്റെ ടീമുമാണ്. മാഗ്നസ്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്?
സ്വത്തിനു വേണ്ടി ഇത്രയേറെ ആർത്തി നല്ലതല്ല. നാഥൻ ഗുണദോഷിക്കും പോലെ മാഗ്നസിനോട് പറഞ്ഞപ്പോ മാഗ്നസ് ഒന്ന് ചിരിച്ചു. നാഥൻ, നീ എന്നെ ഗുണദോഷിക്കുന്നു. നിന്റെ ഗുണദോഷം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിനക്ക് മാത്രമായി ഞാൻ ഒരു ഓഫർ നൽകാൻ പോവുകയാണ്. നിന്റെ ഈ ടീമിനെ മുഴുവൻ തീർത്തിട്ടേ ഞാൻ നിന്നെ കൊല്ലൂ. വളരെ നല്ലൊരു ഓഫറാണ് നാഥന് മാഗ്നസ് കൊടുക്കുന്നത്. അത് കേട്ടതും നാഥൻ മാഗ്നസിനോട് പറഞ്ഞു, മാഗ്നസ്, നീ വലിയ ശക്തനാണെന്ന് സ്വയം അഹങ്കരിക്കുന്നു വേണ്ട. നിനക്ക് 1 to 1 എന്നോട് മത്സരിക്കാൻ പറ്റൂ. കൂട്ടായിട്ട് മാഗ്നസിന്റെ ടീം അഷൂർ മിസ്റ്റുകാരെ ആക്രമിച്ചാൽ അവർക്ക് രക്ഷയില്ല എന്ന് നാഥന് മനസ്സിലായത് കൊണ്ടാണ് നാഥൻ ആ ശൈലിയിൽ മാഗ്നസിനോട് സംസാരിച്ചത്. മാഗ്നസിനോട് നാഥൻ ഏതാണ്ട് വെല്ലുവിളിക്ക് പോലെ അങ്ങനെ സംസാരിച്ചപ്പോൾ നാഥനെ അമ്പരപ്പിച്ചുകൊണ്ട് മാഗ്നസ് സമ്മതിച്ചു. ഓക്കെ, ഞാൻ റെഡിയാണ്. തുടർന്ന് നാഥനും മാഗ്നസ് തമ്മിൽ ഒരു ഫൈറ്റ് തുടങ്ങി. ആ ഫൈറ്റ് തുടങ്ങിയപ്പോഴാണ് സത്യമായിട്ടും നാഥൻ ഒരു നല്ല പോരാളിയാണെന്നുള്ള കാര്യം അഷൂർ മിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും ഏതാണ്ട് ബോധ്യമാകുന്നത്. അബിഗയിലും അസുരിയൊക്കെ തന്നെ നാഥന്റെ ആ ആക്ഷനെ വല്ലാതെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു പോവുകയാണ്. ശക്തനായ പോരാളിയ നാഥൻ മാഗ്നസിനെ അതിശക്തമായിട്ടാണ് നാഥൻ ആക്രമിക്കുന്നത്. മാഗ്നസ് വളരെ സമർത്ഥമായിട്ട് ഒഴിയുന്നുണ്ട്. ശരിക്കും കടുത്ത ആ ഫൈറ്റ് നടക്കുമ്പോൾ ഡസ്റ്റിൻ അടുത്ത് നിൽക്കുന്ന എമിലിയോട് പറഞ്ഞു, എമിലി, നാഥൻ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു. ഡസ്റ്റിൻ എന്തായി പറയുന്നത്? നാഥനല്ലേ വിജയിച്ചിരിക്കുന്നത്, ഒന്ന് നോക്കിയേ. അതേ ഡസ്റ്റിൻ, നാഥനെ വിജയിച്ചിരിക്കുന്നത് വനാസയും തീർത്തു പറയുകയാണ്. വനാസയും എമിലിയും നാഥനാണ് വിജയിച്ചിരിക്കുന്നത് പറഞ്ഞെന്ന് മാത്രമല്ല, നാഥന്റെ കഴിവുകൾ ഡസ്റ്റിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നാഥൻ നേരത്തെ ജയിച്ച യുദ്ധങ്ങളുടെ കേസൊക്കെ ഡസ്റ്റിനോട് പറഞ്ഞു തുടങ്ങി. ഡസ്റ്റിൻ ഒന്നും മിണ്ടാതെ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ മാഗ്നസ് ഒന്ന് ചിരിക്കുന്നത് അവരൊക്കെ കണ്ടു. ഹേയ് നാഥൻ, മതി, ഇതുവരെ നിന്റെ ഈ കളിക്ക് ഞാൻ വെറുതെ കൂട്ടുനിന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അതിവേഗം ഒന്ന് കറങ്ങുന്നതാണ് എല്ലാവരും കണ്ടത്. അടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് പറന്നു പോകുന്ന നാഥനെയാണ്. നാഥൻ ഏതാണ്ട് 7-8 അടി പൊങ്ങി തറയിലേക്ക് വന്ന് ഒറ്റ വീഴ്ച. എന്താണ് സംഭവിച്ചതെന്ന് കാണികൾക്ക് മാത്രമല്ല നാഥനും മനസ്സിലായിട്ടില്ല. ശരിക്കും ഒരു പമ്പരം പോലെ മാഗ്നസ് കറങ്ങുന്നത് എല്ലാവരും കണ്ടതാണ്. ആ പമ്പരം നാഥന് അടുത്തെത്തിയത്, നാഥനെ ഒന്ന് ഇടിച്ചതും നാഥൻ പൊങ്ങിയതും തറയിൽ വീണതൊക്കെ നിമിഷ നേരം കൊണ്ടാണ്. തറയിൽ വീണ നാഥനെ എണീക്കാൻ തന്നെ ലേശം പാടുണ്ട്. എന്നാലും ഒരു പരുവത്തിൽ നാഥൻ എണീക്കാൻ ശ്രമിക്കുകയാണ്. എണീക്കാൻ ശ്രമിക്കുന്ന നാഥനെ വീണ്ടും ആക്രമിക്കാനായി മാഗ്നസ് തുനിഞ്ഞതും എമിലി ഓടി നാഥന് മുന്നിലേക്ക് വന്നു. മാഗ്നസ്, ഇവിടെ നിർത്തുക നിങ്ങൾ. അങ്ങനെ എമിലി പറഞ്ഞതും മാഗ്നസ് ഒന്ന് ചിരിച്ചു. അങ്ങനെ ചിരിച്ചിട്ട് മാഗ്നസ് അയാളുടെ കൂടെയുള്ള ആളുകൾ നോക്കിയതും അവർ മാഗ്നസിനോട് പറഞ്ഞു, സർ മാഗ്നസ്, ഈ പെൺകുട്ടികളെ ഞങ്ങൾക്ക് വിട്ടതാ, ഞങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ആവുമല്ലോ. അവിടെ വനേസയും എമിലിയും മാത്രമല്ല സ്ത്രീകളായിട്ടുള്ളത്, അസലിയും അബീഗിലേക്കും ഉണ്ട്. 4 പേരും സുന്ദരിമാരാണ്. ആ സുന്ദരിമാരെ അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് മാഗ്നസിന്റെ ആളുകൾ പറഞ്ഞപ്പോൾ മാഗ്നസ് ഒന്ന് ചിരിച്ചു. ഓക്കെ, എന്നാ പിന്നെ നിങ്ങളുടെ പരിപാടികൾ നടക്കട്ടെ. അങ്ങനെ മാഗ്നസ് പറഞ്ഞതും മാഗ്നസിന്റെ ടീം ശരിക്കും സന്തോഷത്തോടെ മുന്നോട്ട് വന്നതും ഡസൻ റൈസ് അബിഗലിന്റെ മുന്നിലേക്ക് വന്നു. ഇവരുടെ പുറത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. ഡസൻ കൂളായിട്ടാ പറഞ്ഞത്. ഡസൻ അബിഗലിന്റെ മുന്നിലോട്ട് വന്നപ്പോ ആ ചെറുപ്പക്കാരും ചിരിച്ചു. ചെറുപ്പക്കാരാ, നിന്നെ ഞങ്ങൾ എന്തായാലും കൊല്ലും. നീ വെറുതെ ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ച് അടി നേരത്തെ വാങ്ങണ്ട. ഡസ്റ്റിനും മാഗ്നസിന്റെ ടീമും തമ്മിൽ സംസാരിക്കുന്നത് മാഗ്നസ് കണ്ടു. മാഗ്നസ് ഡസ്റ്റിന് നേരെ തിരിഞ്ഞു. നിനക്കെന്താ മരിക്കാൻ ഇത്ര തിടുക്കം? അങ്ങനെ മാഗ്നസ് ചോദിച്ചതും ഡസൻ മാഗ്നസ് നേരെ നടക്കുകയാണ്. മാഗ്നസ് നേരെ ഡസൻ നടന്നെടുക്കുന്ന കണ്ടതും എമിലി ഡസനോട് പറഞ്ഞു, ഡസൻ പ്ലീസ് പ്ലീസ്, ഡസൻ അയാളടുത്തേക്ക് ചെല്ലരുത്, ഡസൻ ഓടി രക്ഷപ്പെടാൻ നോക്ക്, അയാൾ കുഴപ്പക്കാരനാണ്. നാഥനെ അടിച്ചു വീഴ്ത്തിയ മാഗ്നസിനെ ഡസന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എമിലിക്ക് നന്നായിട്ട് അറിയാം. പെട്ടെന്ന് നാഥനും ഡസനോട് പറഞ്ഞു, ഡസൻ, വെറുതെ ധീരനാണെന്ന് വേഷം കെട്ടാതെ എമിലിയും വനാസിയും നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് രക്ഷപ്പെടാൻ നോക്ക്, ഞാൻ കുറച്ചു നേരം കൂടി ഇവരോട് പിടിച്ചു നിൽക്കാം. അങ്ങനെ പറഞ്ഞിട്ട് നാഥൻ ആ വാള് തറയിൽ കുത്തി ചാടി എണീക്കുകയാണ്. അവൻ അവസാന നിമിഷം വരെ അവന്റെ സഹോദരിയെ രക്ഷപ്പെടുത്താൻ ഒരു ശ്രമം നടത്താൻ പോവുകയാണ്. നാഥൻ അത് പറഞ്ഞപ്പോ ഡസൻ നാഥനോട് പറഞ്ഞു, അതൊന്നും വേണ്ടി വരില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ മാഗ്നസിനെ തിരിഞ്ഞിട്ട് നാഥനോടായി പറഞ്ഞു, നാഥൻ, ഇവൻ വെറും കിഴങ്ങനാണ്. മാഗ്നസിനെ നോക്കി ഡസൻ റയസ് പറഞ്ഞ വാചകം മാഗ്നസിന് അങ്ങ് കൊണ്ടു. അയാൾ ഒട്ടും കഴിവില്ലാത്തവനാണെന്ന് ഇത്രയും കാഴ്ചകൾ കണ്ടിട്ടും ഡസൻ പറഞ്ഞപ്പോ മാഗ്നസിന് ശരിക്കും കൊണ്ട് ദേഷ്യം വന്നു. മാഗ്നസ് ഡസനെ നോക്കിക്കൊണ്ട് അയാളുടെ വാള് വലിച്ചൂരി. ഡിവൈൻ ലെവൽ മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന് തെളിയിക്കുന്ന രംഗങ്ങളാണ് തുടർന്നുണ്ടായത്. അയാൾ ആ വാള് അയാൾക്ക് ചുറ്റും ഒന്ന് കറക്കിയതും പെട്ടെന്ന് അയാൾക്ക് ചുറ്റും ഒരു പ്രൊട്ടക്റ്റഡ് കവർ ഉണ്ടാവുകയാണ്. ഒരു കവർ, ഒരു ഊർജത്തിന്റെ കവർ. ആ കവറും ആ വാളും ഒരു വല്ലാത്ത കാഴ്ചയാണ്. ആ കാഴ്ച ആളുകൾക്ക് നൽകിക്കൊണ്ട് അയാൾ അതിവേഗം വാൾ ചൂട്ടിക്കൊണ്ട് ഡസനെതിരെ പാഞ്ഞടുക്കുകയാണ്.
ഡസ്റ്റിന് നേരെ ചാടി കുതിച്ചെത്തുന്ന മാഗ്നസ് ആകാശത്തേക്ക് ഉയരുമ്പോൾ ശരിക്കും ഒരു തിളങ്ങുന്ന കവറിൽ ഒരു മനുഷ്യൻ ആകാശത്തിൽ പൊങ്ങും പോലെയാണ് കാണുന്ന ആളുകൾക്ക് തോന്നുക. ആകാശത്തേക്ക് ഒരു 4-5 അടി പൊങ്ങിയ മാഗ്നസ് ആ വാള് അതിശക്തമായി ഡസ്റ്റിന് നേരെ ആഞ്ഞു വീശുമ്പോൾ ആ വാളിൽ നിന്ന് ഒരു പ്രകാശം ഡസ്റ്റിന് നേരെ വരികയാണ്. ഡസ്റ്റിന് നേരെ ആ പ്രകാശം അങ്ങനെ പാഞ്ഞു വന്നതും ഡസ്റ്റിൻ ഒഴിയാൻ നിൽക്കാതെ കൈ നിവർത്തി ഒരു ഒറ്റ ഇടി. ആ ഡസ്റ്റിന് ആ ഇടി ഇടിച്ചപ്പോ 3 ശബ്ദം തുടർച്ചയായി അവിടെ ഉണ്ടായി. ആദ്യത്തെ ശബ്ദം ആ വാള് 2 കഷ്ണമാകുന്നതിന്റെയാണ്. രണ്ടാമത്തെ ശബ്ദം മാഗ്നസിന്റെ ആ പ്രൊട്ടക്റ്റഡ് കവർ പൊട്ടുന്നതിൻ്റെതായിരുന്നു. മൂന്നാമത്തെ ശബ്ദം മാഗ്നസിന്റെ ബോഡി പൊട്ടിത്തെറിച്ചതിന്റെയാണ്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ആ ചുറ്റും നിൽക്കുന്ന ഒരാൾക്കും മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞാൽ അതാണ് ശരി. ഡസ്റ്റിന് ഒരു ഇടി ഇടിക്കുന്നത് മാത്രം അവർ കണ്ടു. അടുത്ത നിമിഷത്തിൽ അവിടെ ഉണ്ടായിരുന്ന മാഗ്നസ് ചെറു കഷ്ണങ്ങളായി ആകാശത്ത് ഇങ്ങനെ തെറിക്കുന്നതാണ് അവർ കാണുന്നത്. ആകാശത്ത് മാഗ്നസ് ഇങ്ങ് വിലയം പ്രാപിച്ചതുപോലെ. അതേ സമയത്ത് 3 ശബ്ദവും അവർ കേട്ടു. വാള് കുത്തി എണീറ്റ് നാഥനാണ് ഈ കാഴ്ച കൃത്യമായി കണ്ടിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ച അവനെ തെല്ലെന്നൂല അമ്പരപ്പിച്ചത്. ഒരു നിമിഷം അവിടെ മുഴുവൻ പൂർണ്ണ നിശബ്ദതയാണ്. മാഗ്നസിന്റെ ശിഷ്യന്മാർ ഈ കാഴ്ച കൃത്യമായി കണ്ടിട്ടില്ല. അവരുടെ ശ്രദ്ധ ആ സുന്ദരിമാരിലായിരുന്ന സമയത്താണ് മാഗ്നസ് ആ കഷ്ണങ്ങളായി പൊട്ടിച്ചിതറിയത്. മാഗ്നസിന് ഡസ്റ്റിനെ കൊല്ലാൻ അധികം സമയം വേണ്ടിവരില്ല എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ അധികം ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതിരുന്നത്. പെട്ടെന്ന് അതിഭീകരമായ ശബ്ദത്തോടു കൂടി അവരുടെ ആ ലീഡർ പൊട്ടിത്തെറിക്കുന്നത് അവർ കണ്ടപ്പോൾ ഒരു നിമിഷം സ്തംഭിച്ചു പോയെങ്കിലും ആ ടീം പെട്ടെന്ന് തന്നെ വാളുകൾ വലിച്ചൂരിക്കൊണ്ട് ഡസ്റ്റിന് നേരെ കുതിക്കാൻ ശ്രമിച്ച ആ നിമിഷത്തിൽ ഒരു കാറ്റ് അതിശക്തമായിട്ട് അവന്മാരെ നേരെ വന്നു. കാറ്റിനൊപ്പം ഒരു വലിയ കൈയുണ്ട്. ഒരു നിഴലിന്റെ രൂപത്തിലുള്ള കൈയാണ്. ആ കൈ അതിവേഗം അവരിങ്ങനെ അടിച്ചുകൊണ്ട് പോവുകയാണ്. ആ കൈ ഒരു വശത്ത് അവർ അടിച്ചിട്ട് ഇങ്ങനെ കോരി എടുത്തുകൊണ്ടെന്ന് തറയിൽ ഒരൊറ്റ അടി അടിക്കും പോലെയാണ് ആളുകൾക്ക് തോന്നിയത്. ഒരു വലിയ കൂറ്റൻ കൈ ആരോ കൊണ്ടുവന്ന് ആളുകളെ തൂക്കിയെടുത്ത് തറയിൽ അടിച്ചതുപോലെ ഒരു ഫീലാണ്, ഒരു നിഴലാണ്, ഒരു തോന്നലാണ്. പക്ഷെ ഒരു കാറ്റ് അതിശക്തമായി വീശി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. തറയിലെ മണ്ണ് ഇളകി കിടപ്പുണ്ട്. ആ മണ്ണിൽ പലരും പൊതിഞ്ഞിട്ടുമുണ്ട്. ഈ നിമിഷത്തിലാണ് അക്ഷർമിസ്റ്റിലെ ആളുകൾ ആ കാഴ്ച കണ്ടത്. അവർ ആ കൈയുടെ തൊട്ടുപുറകെ അവിടെ അനിശ്ചിതനായ നേതാവ് വാൾട്ടറെ കാണുന്നത് അപ്പോഴാണ്. വാൾട്ടറെ കണ്ടതും വനേസ ഓടി വാൾട്ടർ അടുത്തേക്ക് വന്ന് അച്ഛാന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടി വന്നത്. മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അച്ഛ കുഴപ്പമൊന്നുമില്ല, ഡസ്റ്റിൻ ഞങ്ങളെ രക്ഷിച്ചായിരുന്നു. അത് ഞാൻ കണ്ടായിരുന്നു. ഡസ്റ്റിൻ മാഗ്നസിനെ ആക്രമിക്കുന്നത് അയാൾ കൃത്യമായി കണ്ടിരുന്നു. അത് കണ്ടുകൊണ്ടാണ് വാൾട്ടർ അങ്ങോട്ട് വന്നത്. ഡസ്റ്റിൻ, എനിക്ക് നിന്റെ ഈ പ്രകടനം ഇഷ്ടമായി. നിനക്ക് ഞാനൊരു ചാൻസ് തരാം. നിനക്ക് ഞങ്ങളുടെ അഷ്റമിസ്റ്റിൽ എന്റെ ശിഷ്യനായി ചേരാനുള്ള പെർമിഷൻ ഞാൻ നിനക്ക് ഇതാ തരികയാണ്. സാധാരണഗതിയിൽ ഒരാൾക്കും ഞാൻ ഈ അവസരം കൊടുക്കുന്നല്ല. ഇത് നിന്റെ ഈ കഴിവിലുള്ള എന്റെ വിശ്വാസം കൊണ്ട് ഞാൻ തരുന്നതാണ്. വാൾട്ടർ എന്ന് പറഞ്ഞപ്പോൾ വനസയ്ക്ക് ശരിക്കും സന്തോഷമായി. ഡസ്റ്റിൻ റയസ് അവളുടെ അച്ഛന്റെ ശിഷ്യനായി മാറിയാൽ ഡസ്റ്റിനെ എപ്പോഴും കാണാമല്ലോ, അങ്ങനെ തോന്നലാണ് ആ നിമിഷം വനസയ്ക്ക് ഉണ്ടായത്. വനസ ഡസ്റ്റിനെ പരിചയപ്പെട്ടിട്ട് ഏകദേശം 1 ദിവസമേ ആകുന്നുള്ളൂ. എന്നാലും ഡസ്റ്റിനെ കണ്ടത് മുതൽ വനസയ്ക്ക് ഡസ്റ്റിനോട് ഒരു അടുപ്പ് ഫീൽ ചെയ്തു. എമിലിക്കും ശരിക്കും സന്തോഷം. എമിലി ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഇതൊരു അസുലഭ അവസരമാണ്. ഈ ഭൂമിയിൽ വേറെ ഒരാൾക്കും ഈ അവസരം കിട്ടത്തില്ല. സർ വാൾട്ടറിന്റെ ഡയറക്റ്റ് ശിഷ്യനാവെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതായി മഹത്തരമായി ഈ ഭൂമിയിൽ വേറൊന്നുമില്ല. മാർഷൽ ആർട്ടിസ്റ്റുകളുടെ അവസാന ആശ്രയങ്ങളിൽ ഒരാളാണ് സർ വാൾട്ടർ. സകലരും അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ വാൾട്ടറോട് പറഞ്ഞു, സർ വാൾട്ടർ, നിങ്ങളുടെ ഈ ഓഫർ നല്ല ഓഫറാണ്. പക്ഷേ തൽക്കാലം എനിക്ക് ഈ ഓഫറിൽ താല്പര്യമില്ല. ഞാൻ സ്വതന്ത്രനായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഡസ്റ്റിൻ, നിങ്ങൾക്കപ്പോൾ ഗുരുക്കന്മാരാരുമില്ലേ? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഡസ്റ്റിൻ, നീ ഒറ്റയ്ക്ക് എത്ര പ്രാക്ടീസ് ചെയ്താലും വളർച്ചയ്ക്ക് പരിമിതി ഉണ്ടാവും. ഒരാൾ മോണിറ്റർ ചെയ്യാനുണ്ടെങ്കിൽ തെറ്റുകൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ എന്റെ ശിഷ്യനായി ജോയിൻ ചെയ്താൽ നിനക്ക് ഉറപ്പായി വളരാൻ പറ്റും. വേണ്ട സാർ, എനിക്കത് വേണ്ട. ഡസ്റ്റിൻ, എന്താ എന്റെ ഓഫർ ഇഷ്ടപ്പെടാത്തത്? സാർ, ഞാൻ പറഞ്ഞല്ലോ, സ്വതന്ത്രമായി നിൽക്കാനാണ് എനിക്കിഷ്ടം. ഡസ്റ്റിൻ, ഇനി ഞാൻ ശക്തനല്ല എന്നൊരു തോന്നൽ നിനക്കുണ്ടോ? ഡസ്റ്റിൻ റയസിനോടുള്ള വാൾട്ടറുടെ ചോദ്യം വാൾട്ടറുടെ മുഖത്തുനിന്ന് അടർന്നു വീഴുമ്പോൾ വാൾട്ടറുടെ മുഖഭാവം മാറുന്നത് അയാളുടെ മകൾ വനേസയും എമിലിയും ഒക്കെ കണ്ടു. നാഥനും ആ കാഴ്ച കണ്ടു. നാഥൻ ഡസ്റ്റിനെ ഒഴിഞ്ഞു മാറിയത് ശരിയല്ല എന്ന അഭിപ്രായമുള്ള ആളാണെങ്കിലും വാൾട്ടർ ഡസ്റ്റിനെ നിർബന്ധിച്ച് ശിഷ്യനാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന കാര്യവും നാഥൻ അറിയാം. വാൾട്ടറും ഡസ്റ്റിനും തമ്മിൽ ഒരു തർക്കം സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയ ആ നിമിഷത്തിൽ വനസ അവളുടെ അച്ഛനോട് പറഞ്ഞു, അച്ഛ, നമ്മള് ഇവിടെ വന്നത് ഡസ്റ്റിനെ അച്ഛന്റെ ശിഷ്യനാക്കാനാണോ അതോ അകത്തുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണോ? വനസയുടെ ചോദ്യം കൃത്യസമയത്തുള്ള
കൃത്യമായ ചോദ്യമാണ്. ആ ചോദ്യം ഉതിർന്നതും എമിലി വാൾട്ടറോട് പറഞ്ഞു, സർ വാൾട്ടർ, നമുക്ക് ഈ വിഷയം പിന്നീട് എടുക്കാം, തൽക്കാലം നമുക്ക് അകത്തേക്ക് കടക്കാം, വേറെ ആളുകൾ വരും മുമ്പ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ എമിലി തീർത്തു പറഞ്ഞതും ആ ടീം ഒന്നടങ്കം ആ കല്ലറയ്ക്കുള്ളിലേക്ക് കടന്നു. കല്ലറയ്ക്കകത്തേക്ക് അവർ കടക്കുമ്പോൾ ശരിക്കും ഇരുട്ടാണ് അകം മുഴുവൻ. ഒരു കൂറ്റൻ ബിൽഡിംഗ് ഭൂമിക്കടിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ആ കല്ലറയ്ക്കകത്ത് കടക്കുന്ന നിമിഷത്ത് തന്നെ അവർക്ക് എല്ലാവർക്കും ബോധ്യമായി. നല്ല ഇരുട്ടാണ്. പക്ഷെ ആ ഇരുട്ട് അവർ പ്രതീക്ഷിച്ചിരുന്നു. സകലരുടെ കയ്യിലും ടോർച്ചുണ്ട്. ടോർച്ച് അടിച്ച് അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ആ ടോർച്ചിന്റെ പ്രകാശം പതിയുന്ന അത്രയും ദൂരം മാത്രമേ കാണാൻ പറ്റൂ. ആ ടോർച്ച് പ്രകാശത്തിന്റെ ഇരുഭാഗവും അപ്പോഴും ഇരുട്ട് തന്നെയാണ്. കുരിരുട്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇരുട്ടാണ്. ശ്വാസം അടക്കി പിടിച്ച് ആ ടീം ആ പടിക്കെട്ടുകൾ ഇറങ്ങി ഒരു കോറിഡോറിലൂടെ മുന്നോട്ട് വരുമ്പോൾ കുറച്ച് വിശാലമായ ഒരു സ്ഥലം കണ്ടു. ആ വിശാലമായ സ്ഥലത്തിന് മുന്നാകെ 3 കൽവാതിലുകളുണ്ട്. ആ 3 കൽവാതിലിനെയും ഒത്ത നടുക്കായി ഒരു സ്തൂപമുണ്ട്. ആ സ്തൂപത്തിന്റെ അടുത്ത് ഒരു വാള് തറയിൽ കുത്തി നിർത്തിയിരിക്കുകയാണ്. കൽത്തറയിലാണ് ആ വാള് കുത്തി വെച്ചിരിക്കുന്നത്. ആ വാളിന്റെ പിടി മാത്രമാണ് പുറത്തുള്ളത്. ആ സ്തൂപത്തിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ട്. ആ സ്തൂപത്തിനടുത്തേക്ക് നടന്നു വന്ന അബീഗലാണ് ആ വാചകം ആദ്യം കാണുന്നതും വായിക്കുന്നതും. ഈ വാൾ ശത്രുക്കളുടെ പേടി സ്വപ്നവും ഉടമയുടെ അഭിമാനവുമാണ്. പേരൊന്നും എഴുതിയിട്ടില്ല. അതിനടിയിൽ ആ വാളിന്റെ പേരുണ്ട്, സെലസ്റ്റിയൽ ബ്ലേഡ്. സ്വർഗത്തിലേക്കുള്ള വാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ആ വാളിനെ വിളിക്കാം. കറുത്ത പിടിയാണ് ആ വാളിനുള്ളത്. ആ പിടി മാത്രമേ ഭൂമിക്ക് മുകളിലുള്ളൂ. ആ വാളിന്റെ ചുറ്റും ഒരു കറുത്ത പ്രകാശവുമുണ്ട്. സാധാരണഗതിയിൽ മറ്റു നിറങ്ങളാണ് പ്രകാശ രൂപത്തിൽ നമ്മൾ കാണുക. പക്ഷെ ഇവിടെ ഒരു തിളക്കം ആ കറുപ്പിനുണ്ട്. അതുകൊണ്ടാണ് കറുത്ത പ്രകാശമാണെന്നൊരു തോന്നൽ ആളുകൾക്കുണ്ടായത്. ടോർച്ച് ലൈറ്റിന്റെ പ്രകാശത്തിൽ ആ വാള് കണ്ടതും വാൾട്ടർ അയാളുടെ കൂടെയുള്ള ആളുകൾ ഒരാളോട് പറഞ്ഞു, ഡേയ് ആ വളന്നെടുക്ക്. ആ വാള് വലിച്ചെടുക്കാനായി അഷുർമെസ്സിലെ ഒരാളോട് വാൾട്ടർ പറഞ്ഞപ്പോ അവന് ഒരു മടി. ആ വാള് വലിച്ചെടുക്കാൻ ശ്രമിച്ചാൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നൊരു ഫീൽ അവനുണ്ട്. അവൻ മടിച്ചു നിൽക്കുന്ന കണ്ടതും വാൾട്ടർ അവനോട് ചൂടാവുകയാണ്. ഏയ് ആ വാൾ വലിച്ചെടുക്കാനല്ലേ പറഞ്ഞത്. വാൾട്ടർ അങ്ങനെ ദേഷ്യപ്പെട്ടതും അവൻ ചെന്ന് ആ വാളിൽ പിടിച്ചു. അവൻ ആ വാൾ വലിച്ചു പിടിക്കുകയാണ്. അവൻ ആദ്യം വലത് കൈ കൊണ്ട് ആ വാളി പിടിച്ചു. വാൾ അനങ്ങുന്നില്ല. അവൻ തുടർന്ന് 2 കൈയും ആ വാളിന്റെ പിടിയിലേക്ക് പിടിച്ചിട്ട് വലിച്ചു നോക്കി. വാൾ അനങ്ങുന്നില്ല. അവന് ശരിക്കും ബലം കൊടുത്ത് പിടിച്ചിട്ടും വാൾ അനങ്ങുന്നില്ല. അത് കണ്ടതും നാഥൻ അവനോട് പറഞ്ഞു, ഞാനും നോക്കട്ടെ. നാഥനും ചെന്ന് ആ വാളി വലിച്ചു നോക്കി. നാഥന്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് ശ്രമിച്ചിട്ടും വാള് അനങ്ങിയില്ല. ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന മറ്റാളുകളും ഒക്കെ വന്നാലും പിടിച്ചു നോക്കി, അനങ്ങുന്നേയില്ല. ഛേ, നിന്നേക്ക് കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലേ? ഇതാണോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് വാൾട്ടർ എല്ലാരെയും മാറ്റിയിട്ട് ആ വാളിന്റെ അടുത്തേക്ക് വന്നു. അയാൾ ആ വാളിൽ വലത് കൈ വെച്ചിട്ട് ഒരു പിടി. വാള് ഈസിയായിട്ട് ഇളകി വരുമെന്നാണ് അയാൾ ധരിച്ചതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അയാൾ ഈസിയായിട്ട് പിടിച്ചത്. പക്ഷേ വാൾ അനങ്ങിയില്ല. അയാൾ ഒന്നുകൂടി ബലം കൊടുത്തു, കുറച്ചുകൂടി ശക്തമായി പിടിച്ചു. വാള് അനങ്ങുന്നില്ല. അയാൾ ഒന്ന് കുനിഞ്ഞ് 2 കൈയും വാളിലേക്ക് കൊടുത്തിട്ട് ഒന്ന് സ്റ്റെപ്പിട്ട് നിന്ന് ഒരു വലി. വാള് പൊങ്ങിയില്ല. അയാളുടെ മുഖത്ത് ഒരു പരിഭ്രമം വന്നു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഫുൾ ശക്തി ഉപയോഗിച്ചുകൊണ്ട് വാൾട്ടർ തുടർന്ന് ആ വാളിലേക്ക് കൈ കൊടുത്ത് ആഞ്ഞു പിടിച്ചു നോക്കി. വാളിന് ഒരു അനക്കവും ഇല്ല. അത് കണ്ടതും അയാൾ ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, ഹേയ്, ഇത് അങ്ങനെ ഇളകുന്ന വാളല്ല. ഇതാരോ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. എല്ലാരും അങ്ങനെ പറഞ്ഞപ്പോ ആ വാളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന ഡസ്റ്റിന് എന്തോ ഒരു ആകർഷണം ആ വാളിനോട് തോന്നുന്നുണ്ട്. ഡസ്റ്റിന് ആ വാള് അതിന്റെ അടുത്തേക്ക് വിളിക്കുന്ന പോലെ ഒരു തോന്നൽ ഡസ്റ്റിന് കുറച്ച് നേരമായിട്ടുണ്ട്. സകലരും ആ വാള് ഇളക്കാനുള്ള പരിശ്രമം അവസാനിപ്പിച്ചപ്പോ ഡസ്റ്റിൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ. ഡസ്റ്റിൻ ആ വാളിന്റെ അടുത്തേക്ക് വരുന്ന കണ്ടതും നാഥനും വാൾട്ടറും ഒക്കെ പുച്ഛത്തോടെ ഡസ്റ്റിൻ നോക്കിയിട്ട് ഡസ്റ്റിനോട് പറഞ്ഞു, ഹേയ്, ഞങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണോ നീ ശ്രമിച്ച് നടത്താൻ പോകുന്നത്? അങ്ങനെ പറഞ്ഞിട്ട് അവർ കൗതുകത്തോടെ ഡസ്റ്റിൻ നോക്കുമ്പോൾ ഡസ്റ്റിൻ വാളിന്റെ അടുത്തെത്തി. വാളിന്റെ അടുത്തെത്തി ഡസ്റ്റിൻ വാളിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ആ വാളിന്റെ നേരെ കൈ ഒന്ന് കൊണ്ടുവന്നു. വാളി തൊട്ടിട്ടില്ല. 2 വിരല് ആ വാൾ നേരെ കൊണ്ടുവന്നിട്ട് ഡസ്റ്റിൻ കൈ ഒന്ന് മുകളിലോട്ടാക്കിയതും പെട്ടെന്ന് ആ തറയിൽ നിന്ന് വാളിങ്ങനെ പൊങ്ങി വന്ന് ഡസ്റ്റിന്റെ കയ്യിലേക്ക് ഇരുന്നു. ശരിക്കും ആ ഇരുട്ടത്ത് ആ ടോർച്ചിന്റെ പ്രകാശത്തിൽ അതിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഞെട്ടിത്തരിച്ചു പോയ നിമിഷം. അവർ അമ്പരന്ന് പോയി എന്ന് പറയാം. ഇത്രയും നേരം ആ മുഴുവൻ ആളുകളും അവരുടെ ശക്തി മുഴുവൻ ഉപയോഗപ്പെടുത്തി ആ വാൾ ഇളക്കാൻ പരിശ്രമിച്ചിട്ടും നടക്കാതെ പോയ കാര്യം ഡസ്റ്റിൻ ഇതാ ആ വാളി തൊടാതെ നടത്തിയെടുത്തിരിക്കുന്നു. ആ വാളിനെ കുറിച്ച് ആ സ്തംഭത്തിൽ എഴുതിയിരുന്നത് ഉടമസ്ഥന് ആ വാള് സ്വന്തമെന്നാണ്. അപ്പൊ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. ഡസ്റ്റിന്റെ കയ്യിൽ ആ വാളിരിക്കുമ്പോൾ ഡസ്റ്റിനാണ് ആ വാളിന്റെ ഉടമ എന്ന് 100% ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അമ്പരപ്പോടെ ഡസ്റ്റിനെ എല്ലാവരും നോക്കുമ്പോൾ വാൾട്ടർ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ആ വാള് കയ്യിലിരുന്നാൽ അപകടം വരും.
ഡസ്റ്റൻ വാള് എന്നെ തന്നേക്കൂ, ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കും. സർ വാൾട്ടർ, ഈ വാള് ഞാൻ തന്നെ വെച്ചേക്കാം, എന്റെ കയ്യിൽ ഇരിക്കും. ഡസ്റ്റൻ, ഞാൻ പറഞ്ഞില്ലേ ആ വാള് ശത്രുക്കളെ ആകർഷിക്കും, ശത്രുക്കൾ ഡസ്റ്റനെ തേടി വരും. ഞാൻ സൂക്ഷിച്ചു വെച്ചാൽ ആ പ്രശ്നമില്ല. ഡസ്റ്റൻ ആ വാള് എനിക്കതാ. സർ വാൾട്ടർ, ഞാൻ പറഞ്ഞല്ലോ ശത്രുക്കൾ വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ആ വാള് എന്റെ കയ്യിൽ ഇരിക്കുന്നത് നല്ലത്. ഡസ്റ്റൻ, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? വാൾട്ടർ ഡസ്റ്റന്റെ കയ്യിൽ നിന്ന് ആ വാള് അടിച്ചു മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്ന് മനസ്സിലായതും വനേസ വാൾട്ടറോട് പറഞ്ഞു, അച്ഛ എന്താ ഈ പറയുന്നത്? അച്ഛൻ ശ്രമിച്ചിട്ട് എടുക്കാൻ പറ്റാത്ത വാള് ഡസ്റ്റൻ എടുത്താൽ ഡസ്റ്റന്റേതല്ലേ? ഡസ്റ്റൻ എടുത്ത വാള് അച്ഛൻ എന്തിനാ ആവശ്യപ്പെടുന്നത്? വനേസ ചോദിക്കുന്ന ആ ചോദ്യം സ്വാഭാവികമായിട്ടും അക്ഷമിച്ചിലെ പലരുടെയും മനസ്സിലുണ്ട്. എമിലിയുടെയും നാഥന്റെയൊക്കെ മനസ്സിലാതുണ്ട്. അവരുടെ ഗുരുനാഥൻ അത്ര ശരിയല്ലാത്ത ശൈലിയിലാണ് ഇപ്പൊ പെരുമാറുന്നത്. വനേസ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയരുത്. ആ വാള് ഡസ്റ്റന്റെ കയ്യിൽ ഇരിക്കേണ്ടതല്ല, അത് എന്റെ കയ്യിൽ ഇരിക്കേണ്ടതാണ്. വനേസയെ തിരുത്തിക്കൊണ്ട് വാൾട്ടർ വളരെ വ്യക്തമായിട്ട് തന്നെ അയാൾ അഭിപ്രായം പറഞ്ഞു. ഡസ്റ്റൻ, ആ വാള് എനിക്കതാ. സർ വാൾട്ടർ, ഞാൻ പറഞ്ഞു ഈ വാള് ഞാനാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ എന്റെ കയ്യിലാണ് ഇരിക്കേണ്ടത്. ഡസ്റ്റൻ, ആ വാള് എന്നെ തരാനല്ല പറഞ്ഞത്. സർ, നിങ്ങൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ വാള് ഞാനങ്ങ് തിരിച്ചു വെക്കും. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റൻ ആ വാളെന്ന് എറിഞ്ഞതും ആ വാള് കൃത്യമായിട്ട് നേരത്തെ ഇരുന്ന അതേ സ്ഥലത്തേക്ക് അതുപോലെ ചെന്ന് വീഴുകയാണ്. ഇപ്പോ പിടി മാത്രം മുകളിലുണ്ട്. ഡസ്റ്റൻ വാൾട്ടറോട് പറഞ്ഞു, സർ, ഞാൻ വാൾ അവിടെ വെച്ചിട്ടുണ്ട്, അങ്ങ് എടുത്തോളൂ. ഡസ്റ്റൻ പറഞ്ഞു കേട്ടതും ചിരിച്ചുകൊണ്ട് വാൾട്ടർ അവിടേക്ക് ചെന്ന് ആ വാളിൽ പിന്നെ പിടിച്ചു. വാൾട്ടർ രണ്ട് കൈ കൊണ്ട് ബലമായി പിടിച്ചിട്ടും പഴയതുപോലെ തന്നെ സംഭവിക്കണം. ആ വാള് അനങ്ങുന്നില്ല. ആ വാളിൽ വാൾട്ടർ പിടിക്കുന്ന കണ്ടതും ഡസ്റ്റൻ അബിഗലിനെ അസിലെയും കൊണ്ട് മുൻവശത്തുള്ള 3 വാതിലുകളിൽ ഒന്നിന് നേരെ നടന്നു. വാളുമായി ബന്ധപ്പെട്ട് അവരവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഡസ്റ്റൻ അബിഗലും അസ്ലിയുമായി ഒരു വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നത്. 3 വാതിലുകളാണ്. അതിൽ ഏത് വാതിൽ വഴി വേണമെങ്കിലും അകത്തേക്ക് കടക്കാം. അകത്തേക്ക് കടന്ന ആ ടീം കുറച്ചു ദൂരം നടന്നപ്പോ അസലിയ ഡസ്റ്റനോട് പറഞ്ഞു, ഡസ്റ്റൻ, ഇത് ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. അവർ നടന്നെത്തിയത് ഒരു നാൽക്കവലയിലാണ്. 4 ഭാഗത്തേക്കും വഴിയുണ്ട്. അതിൽ ഏത് വഴി കൂടിയാണ് അവർക്ക് യാത്ര ചെയ്യേണ്ടതെന്ന് ഒട്ടും വ്യക്തമല്ല. ഡസ്റ്റൻ അസലിയോട് പറഞ്ഞു, നമുക്ക് എന്തായാലും നേരെ നടക്കാം. അവർ നടന്ന് ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു നാൽക്കവല വരികയാണ്. പിന്നെയും അവർ മുന്നോട്ട് നടന്നു. ഓരോ 4 മിനിറ്റ് കഴിയുമ്പോഴും അളന്ന് വെച്ചതുപോലെ ഒരു നാൽക്കവല വരികയാണ്. 4 ഭാഗത്തൂടെയും എവിടേക്കോ ചെല്ലാൻ പറ്റുമെന്ന അർത്ഥം. അവരെങ്ങനെ നടക്കുമ്പോൾ അവരുടെ കാലടി ശബ്ദമല്ലാതെ വേറെ ഒന്നും കേൾക്കാനില്ല. പക്ഷേ മറ്റൊരു കാര്യം ഇപ്പോ അസലിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. മുന്നേ വേറെ ആരോ നടന്ന് പോയിട്ടുണ്ട്. അവിടെ കാലടികൾ പതിഞ്ഞതിന്റെ അടയാളം വ്യക്തമായി കാണാം. ആരോ അവർക്ക് മുന്നേ അവിടേക്ക് കടന്നു എന്ന് വ്യക്തമാണ്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ അസലിയും അബിഗലും ഡസ്റ്റനും വിശാലമായ ഒരു കല്ലറയുടെ സമീപമെത്തി. ആ കല്ലറ ഒരു വലിയ ചേംബറിനകത്താണ് ഉള്ളത്. ആ ചേംബറിന്റെ ഒത്ത നടുക്കാണ് കല്ലറ ഇരിക്കുന്നത്. ആ ചേംബറിന് ചുറ്റുമായി ഒരുപാട് പ്രതിമകൾ ആ കല്ലറയിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. മനുഷ്യ രൂപത്തിലുള്ള, മനുഷ്യന്റെ അതേ വലിപ്പത്തിലുള്ള പ്രതിമകളാണ് അവിടെ നിൽക്കുന്ന എല്ലാ പ്രതിമകളും. ആ പ്രതിമകളിലേക്ക് നോക്കി അബീഗലിന്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ വരികയാണ്. ആ പ്രതിമകളെ കണ്ടാൽ മനുഷ്യരാണെന്നേ പറയൂ. ജീവനുള്ള മനുഷ്യർ ആ നടുക്കുള്ള ശവകുടീരത്തിൽ ഉറങ്ങുന്ന മനുഷ്യനെ നോക്കി നിൽക്കുകയാണെന്നേ ഒറ്റ നോട്ടത്തിൽ ആർക്കും തോന്നും. മറ്റൊരു കാര്യം കൂടി അസലിയ അപ്പൊ ശ്രദ്ധിച്ചു. അവിടെ അനവധി ഷെൽഫുകളുണ്ട്. ആ ഷെൽഫുകളിലൊക്കെ പല സാധനങ്ങളുണ്ട്. അസലിയുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞതും അബിഗലിന്റെ ശ്രദ്ധ ഒരു ചെറിയ ഫലകത്തിലേക്ക് വന്നു. അബിഗൽ ആ ഫലകത്തിനടുത്ത് വന്നിട്ട് ആ ഫലകത്തിലെ വാചകം ഒന്ന് വായിച്ചു. ഇത് ഐറിസ് മെസ്കൽ അവരുടെ ഭർത്താവ് സൈലസിന് വേണ്ടി നിർമ്മിച്ച ശവക്കല്ലറയാണ്. ജെയ്ഡ് മെയ്ഡൻ സിസ്റ്റർഹുഡിലെ ആളുകൾ ഇവിടെ വണങ്ങുക. അബിഗൽ ഉറക്കാതെ വായിച്ചതും ഡസ്റ്റൻ അബിഗലോട് പറഞ്ഞു, അബിഗൽ വണങ്ങൂ. കേൾക്കേണ്ട താമസം അബിഗൽ മുട്ടുകുത്തി ആ ശവക്കല്ലറിൽ പ്രാർത്ഥിച്ചു. ആ കല്ലറയ്ക്കുള്ളിലുള്ള വ്യക്തി ആരാണെങ്കിലും അയാളുടെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകണമേ എന്ന് അബിഗൽ പ്രാർത്ഥിച്ചതും അബിഗലിന്റെ മുന്നിലുള്ള ഫലകം ഒന്ന് മാറിയതും ഒരേ നിമിഷത്തിലാണ്. ആ ഫലകം ഒന്ന് മാറിയതും ഒരു ചെറിയ ബോക്സ് പോലെ ഒരു സാധനം വന്നു. ആ ബോക്സിനകത്ത് ശരിക്കും തിളക്കമുള്ള വെള്ള നിറത്തിലുള്ള ഒരു രത്നക്കല്ല് ഇരിക്കുന്നതാണ് അബിഗൽ കണ്ടത്. ഈ കാഴ്ച അസലിയും അതുപോലെ ഡസ്റ്റൻ റൈസും കണ്ടു. ആ തിളങ്ങുന്ന വെള്ളക്കല്ല് അബിഗൽ കയ്യിലെടുത്തതും ഡസ്റ്റൻ അബിഗലോട് പറഞ്ഞു, അബിഗൽ, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട രത്നം, സെലസ്റ്റിയൽ ഗോൾഡ് എന്ന് പറയും. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഡസ്റ്റൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.